സെഷൻ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ഷെറിൻ സോമൻ. എല്ലാവർക്കും നമസ്കാരം. ഒരു നല്ല പ്രഭാതമാകട്ടെ ഇതെന്ന് ആശംസിക്കുന്നു. പ്രത്യേകിച്ചും നിങ്ങളുടെ സെമിനാറിൻ്റെ വിഷയം തന്നെ വളരെയധികം നമ്മളെ ചിന്തിപ്പിക്കുകയും വളരെയധികം നമ്മുടെ ഇന്നിനോട് ബന്ധപ്പെട്ടിരിക്കുകയും ചെയ്യുന്നതിന് എനിക്ക് തോന്നുന്നു ഈ ഒരു സെമിനാർ അല്ലെങ്കിൽ ഈ ഒരു സെഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ആധുനിക ചരിത്രത്തെ, ആധുനിക ഇന്ത്യയുടെ ചരിത്രത്തെ കുറച്ചുകൂടി പ്രശ്നവൽക്കരിച്ചുകൊണ്ട് അതിനെ സ്വീകരിക്കേണ്ട അല്ലെങ്കിൽ അതിനോട് എടുക്കേണ്ട നിലപാടുകളെ കുറിച്ച് കുറച്ചുകൂടി ഗഹനമായി ചിന്തിച്ചുകൊണ്ട് ഈ ഹാളിൽ നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ സാധിക്കുമെങ്കിൽ, പ്രത്യേകിച്ച് ഞാൻ കുട്ടികളോടാണ് പറയുന്നത്, വിദ്യാർത്ഥികളോടാണ് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് കൊണ്ട് കുറച്ച് പ്രയോജനം ഉണ്ടായിരിക്കും. കാരണം അതിനു മുമ്പ് തന്നെ ഞാൻ കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ ആണ് എൻ്റെ ഡിസിപ്ലിൻ. അതിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഒരു മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെമിനാറിൽ സംസാരിക്കാനും പ്രതിനിധീകരിക്കാനും എൻ്റെ ഒരു വിഷയം തന്നെ ഇതിൽ ചർച്ചയാക്കാനും ഒക്കെ നിങ്ങൾക്ക് തോന്നിയതിന് ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. ഈ അവസരം നൽകിയതിന് പ്രത്യേകിച്ച് ഇതിൻ്റെ സംഘാടകരോട് നന്ദി പറയുന്നു. സബീന പറഞ്ഞതുപോലെ മുസ്ലിം ഫെമിനിസം എന്നുള്ള ഒരു മേഖലയിൽ നിന്നുകൊണ്ടാണ് ഞാൻ പലപ്പോഴും സംസാരിക്കാറുള്ളത്. ഈ ലാപ്ടോപ്പ് പിടിച്ചിരിക്കുന്നത് ചിലപ്പോൾ എൻ്റെ ക്ലാസ്സുകൾ അധികവും ഇംഗ്ലീഷിലായതുകൊണ്ട് ചിലപ്പോൾ ഇംഗ്ലീഷിലേക്ക് മാറിപ്പോയാലോ എന്നുള്ള ഭയം കൊണ്ട് ലാപ്ടോപ്പിൽ എഴുതിയിട്ടുള്ള ചില കാര്യങ്ങൾ ഒന്ന് നോക്കിയേക്കാമെന്ന് വെച്ച് മുന്നിൽ വച്ചേക്കുന്നതാണ്. പക്ഷെ മിക്കവാറും ഞാൻ നിങ്ങളോട് സംസാരിക്കുകയൊക്കെ ആയിരിക്കും, പേപ്പർ നോക്കി വായിക്കുകയായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഭാഷയുടെ ഒരു എഴുതുമ്പോൾ അത് അത്ര തികട്ടി വരാറില്ല. പക്ഷെ സംസാര ഭാഷയിൽ, പ്രത്യേകിച്ചും ഒരു കോൺഫറൻസിന്റെ സംസാര ഭാഷയിൽ ചിലപ്പോഴൊക്കെ ഇംഗ്ലീഷ് പദങ്ങൾ കടന്നു വരാറുണ്ട്. അതിന് എന്നോട് ക്ഷമിക്കണം. അത് ഞാൻ അധികവും സംവദിക്കുന്നത് ഇംഗ്ലീഷിലായതുകൊണ്ടാണ്. പക്ഷേ മലയാളത്തിൽ എഴുതാറുണ്ട്. കേരളത്തിൽ തന്നെ വളരെയധികം കാലം ജീവിച്ചിട്ടുള്ള ഒരു വ്യക്തിയുമാണ് ഞാൻ. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഈ ഒരു വിഷയത്തെ പറ്റി ചിന്തിക്കുമ്പോൾ, ന്യൂനപക്ഷം എന്നുള്ള ഒരു വിഷയം അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ പറ്റി ചിന്തിക്കുമ്പോൾ, ന്യൂനപക്ഷത്തിന്റെ ചരിത്രം അല്ലെങ്കിൽ ഇന്ത്യയിലെ ന്യൂനപക്ഷത്തിന്റെ ചരിത്രം എന്താണെന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും താല്പര്യമുള്ള വിഷയം മുസ്ലിം സ്ത്രീകളെ കുറിച്ച് സംസാരിക്കാനാണ്. ഞാൻ അതിൽ PhD ചെയ്തിട്ടുള്ളതാണ്. എൻ്റെ ഒരു പുസ്തകം വരാനിരിക്കുന്നു. പക്ഷെ അതിനപ്പുറം ഇപ്പോൾ ന്യൂനപക്ഷം എന്നുള്ള ഒരു കാറ്റഗറി തന്നെ, ഒരു വിഭാഗം തന്നെ, സ്ത്രീ ആയാലും പുരുഷനായാലും ഇന്ത്യയിൽ അവർ അഭിമുഖീകരിക്കുന്ന, ഇന്ത്യയിൽ അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ചരിത്ര മുഹൂർത്തം എന്താണെന്ന് നമ്മൾ പരിശോധിക്കണം. അപ്പോൾ ഒരു മുസ്ലിം സ്ത്രീയിൽ ഊന്നിയിട്ടുള്ള അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീ എന്നുള്ള ഒരു വിഭാഗത്തെ മാത്രം പരിഗണിച്ചുകൊണ്ട് ഒരു ഫെമിനിസ്റ്റ് നിലപാട് സ്വീകരിക്കുന്ന ഒരു സംവാദത്തിൽ അല്ല നമ്മളിപ്പോൾ താല്പര്യം കാണിക്കേണ്ടത്. ഫെമിനിസം എന്നത് തന്നെ പലതരത്തിൽ നമ്മൾ പരിശോധിച്ചുകൊണ്ടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡിസിപ്ലിനാണ് അല്ലെങ്കിൽ ഒരു കാറ്റഗറിയാണ്. അപ്പോൾ ഈ ഒരു ഫെമിനിസം എന്താണ്, അല്ലെങ്കിൽ ഇപ്പം നമുക്ക് പല പല വിഭാഗങ്ങൾ ഫെമിനിസത്തിൽ നമ്മൾ പരിചിതരാണ്. നമുക്ക് മുസ്ലിം ഫെമിനിസം എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ദളിത് ഫെമിനിസം എന്നുള്ള ഒരു ശാഖയെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു ഫെമിനിസ്റ്റ് സമരത്തെ കുറിച്ചോ കുറച്ചുകൂടി എന്നെക്കാൾ കൂടുതൽ ഒരു പക്ഷേ പരിചയമുണ്ടായിരിക്കും. കാരണം ഫെമിനിസം ഓഫ് ഡിഫറൻസ്, വ്യത്യസ്തതയുടെ സ്ത്രീവാദം ആദ്യമായി ഇന്ത്യയിൽ ഉന്നയിച്ചത് ദളിത് ഫെമിനിസ്റ്റുകളാണ്. ദളിത് സ്ത്രീകൾക്ക് പറയാനുള്ളത് ദളിത് പുരുഷന്മാർ പറയുന്നതിൽ നിന്നും വ്യത്യാസമുള്ളതാണ്. ജനറലി സ്ത്രീകൾ പറയുന്നതിൽ അല്ലെങ്കിൽ ഫെമിനിസ്റ്റ്, നമ്മൾ ലിബറൽ ഫെമിനിസ്റ്റുകൾ എന്ന് വിളിക്കുന്ന ഒരു അംബ്രല്ല ഫെമിനിസത്തിൽ നിന്നും വ്യത്യാസമുള്ളതാണ് ദളിത് ഫെമിനിസ്റ്റുകൾക്ക് പറയാനുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വ്യത്യസ്തതയുടെ ഒരു സ്ത്രീവാദം ഇന്ത്യയിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ദളിത് ഫെമിനിസ്റ്റുകളാണ്. ഒരു പക്ഷേ ഇന്ത്യയിൽ നിന്നുകൊണ്ട് മുസ്ലിം ഫെമിനിസത്തെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ ആദ്യം ആ ഒരു ചുവട് പിടിച്ചുകൊണ്ടായിരിക്കണം നമുക്ക് തുടങ്ങാൻ സാധിക്കുക. കാരണം അത്തരം ഒരു വ്യത്യാസത്തെ ആദ്യമായി അഭിമുഖീകരിക്കുന്നത്, അഡ്രസ് ചെയ്യുന്നത് ദളിത് ഫെമിനിസ്റ്റുകളാണ്.
അപ്പോൾ ഇന്ത്യയിലെ ഫെമിനിസ്റ്റ് കാറ്റഗറികൾ എന്താണ്? നമുക്കിപ്പോൾ 1970-കളിൽ 80-കളിൽ ഇന്ത്യയിൽ ഫെമിനിസ്റ്റ് ചർച്ച ഉയർന്നു വന്നപ്പോൾ ആരാണ് ഫെമിനിസത്തിൽ ഇടപെട്ടിരുന്നത്? ഏത് തരത്തിലുള്ള സ്ത്രീകളാണ്? ഏത് സ്ത്രീകളുടെ ചരിത്രമാണ് ഇന്ത്യയിൽ ഫെമിനിസ്റ്റ് ചരിത്രമായിട്ട് നമുക്ക് ലഭ്യമായിട്ടുള്ളത്? ഇതെല്ലാം ഇഴകീറി പരിശോധിച്ചുകൊണ്ടാണ് ദളിത് ഫെമിനിസ്റ്റ് ചർച്ചകൾ ഇന്ത്യയിൽ ഉയർന്നു വന്നത്. 70-ലും 80-കളിലും നമ്മുടെ ഇന്ത്യൻ ഫെമിനിസ്റ്റ് ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ 80-കളിൽ ഇപ്പോൾ നമുക്ക് ഫെമിനിസ്റ്റ് ഓട്ടോബയോഗ്രഫി എന്ന് പറഞ്ഞൊരു കാറ്റഗറി, ഒരു വിഭാഗം നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പം നമുക്ക് മലയാളത്തിൽ തന്നെ ലളിതാംബികാന്തർജനത്തിന്റെ ഓട്ടോബയോഗ്രഫി, ആത്മകഥയ്ക്ക് ഒരു ആമുഖം എന്ന് പറഞ്ഞിട്ട് അന്തർജനത്തിന്റെ ആത്മകഥ നമുക്ക് ലഭ്യമാണ്. ആത്മകഥയ്ക്ക് ഒരു ആമുഖം എന്നാണ് അവരുടെ ആത്മകഥയ്ക്ക് പേരിട്ടിരിക്കുന്നത്. അതുപോലെ അതിലും വളരെ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു വിസ്ഫോടനം തന്നെ സൃഷ്ടിച്ച കമലാദാസിന്റെ മാധവിക്കുട്ടിയുടെ എൻ്റെ കഥ 80-കളിലെ ഒരു നമ്മൾ 80-കളിലെ വിപ്ലവം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു പുസ്തകമാണ്. പക്ഷെ ഈ പുസ്തകങ്ങളൊക്കെ, ഈ ആത്മകഥകളൊക്കെ പറയുന്ന ചരിത്രം ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളുടെ ചരിത്രമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് 90-കളിലും 21-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും നമുക്ക് ജാനുവിന്റെ ഓട്ടോബയോഗ്രഫി, ആത്മകഥയോ അല്ലെങ്കിൽ നളിനി ജമീലയുടെ ഓട്ടോബയോഗ്രഫിയോ ഒക്കെ ഈ ഒരു ആത്മകഥയോ ഒക്കെ ഈ ഒരു സ്പേസിനെ ഭയങ്കരമായിട്ട്, ഈ ഒരു സ്പേസിനെ ശരിക്കും പ്രശ്നവൽക്കരിച്ചുകൊണ്ട് ഉയർന്നു വന്നിട്ടുള്ളത്. നളിനി ജമീലയുടെ ഓട്ടോബയോഗ്രഫി, ആത്മകഥ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിന്റെ ആമുഖത്തിൽ തന്നെ അവര് ആത്മകഥ എന്നുള്ള ശാഖയെ അപ്പാടെ നിഷേധിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. അവർ പറയുന്നത് ഞാൻ രണ്ടാമത് എഴുതിയ ഓട്ടോബയോഗ്രഫിയാണ്, രണ്ടാമത് എഴുതിയ ആത്മകഥയാണ്. ഇതിന്റെ തുടക്കത്തിൽ ഞാൻ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് എൻ്റെ ആത്മകഥയാണ്, എനിക്കത് എത്ര തവണ വേണമെങ്കിലും എഴുതാം, ഏത് തരത്തിൽ, ഏത് പരിപ്രേക്ഷ്യത്തിൽ നിന്ന് വേണമെങ്കിലും എഴുതാം. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഉണർവ് നമ്മുടെ ഫെമിനിസ്റ്റ് മൂവ്മെന്റിന്റെ, ഫെമിനിസ്റ്റ് പ്രസ്ഥാനത്തിന് തന്നെ ഉണ്ടായിരിക്കുന്ന ഒരു സമയത്ത് വ്യത്യസ്തങ്ങളായ ജീവിതങ്ങൾ, വ്യത്യസ്തങ്ങളായ സ്ത്രീ ജീവിതങ്ങൾ വ്യത്യസ്തതയുടെ കോണിലൂടെ തന്നെ നോക്കിക്കാണണമെന്ന് പറഞ്ഞുകൊണ്ട് വന്ന ദളിത് ഫെമിനിസത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെ ആവണം ഒരുപക്ഷെ നമ്മുടെ ഇന്ത്യയിൽ മുസ്ലിം ഫെമിനിസത്തെ പറ്റിയും സംസാരിക്കുന്നുണ്ട്. ഇതിൽ ദളിത് ഫെമിനിസ്റ്റുകൾ ഉറപ്പിച്ചു പറഞ്ഞ, ഇപ്പോൾ തുടക്കത്തിൽ ദളിത് സ്ത്രീകൾ ഒരുപാട് ആത്മകഥകളിലൂടെയാണ് അവര് സമൂഹവുമായി എൻഗേജ് ചെയ്തത്, ഇടപെട്ടത്. ഈ ആത്മകഥകൾ, പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ നിന്നുള്ള ദളിത് സ്ത്രീകളുടെ ഓട്ടോബയോഗ്രഫികൾ, അവര് പറഞ്ഞത് അവരുടെ അനുഭവം, അവരുടെ ചരിത്രം, അവരുടെ വർത്തമാനം, ഇതൊക്കെ അതുവരെ ഫെമിനിസ്റ്റ് പ്രസ്ഥാനം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു അനുഭവങ്ങളുടെ ഒരു റെക്കോർഡായിരുന്നു. ആ ഒരു സമയത്ത് അവര് ഉറപ്പിച്ചു പറഞ്ഞത്, എടുത്തു പറഞ്ഞത് ഒരൊറ്റ കാര്യമാണ്, ദളിത് എന്നുള്ള ഐഡന്റിറ്റി അല്ലെങ്കിൽ ദളിത് എന്നുള്ള ഒരു വ്യക്തിയുടെ ലേബൽ, ഐഡന്റിറ്റി ഫെമിനിസ്റ്റ് എന്നുള്ള ഐഡന്റിറ്റിയോട് ഒപ്പം നിർത്തേണ്ടതാണ് ഈ ഒരു അന്വേഷണത്തെ, ഈ ഒരു എൻക്വയറി. അങ്ങനെയാണെങ്കിൽ എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഇത്തരം ഡബിൾ ക്രോസിംഗ് ഓഫ് ഹിസ്റ്ററി എന്ന് നമ്മൾ പറയുന്ന, ഇപ്പോൾ ബ്ലാക്ക് ഫെമിനിസ്റ്റുകൾ ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്, വി ആർ ബ്ലാക്ക് ആൻഡ് വി ആർ ഫെമിനിസ്റ്റ്, ഞങ്ങൾ ബ്ലാക്ക് ആണ്, ഞങ്ങൾ ഫെമിനിസ്റ്റ് ആണ് എന്ന് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പക്ഷേ ഇതുപോലെ രണ്ട് കാറ്റഗറികളും ഞങ്ങൾക്ക് ഒന്നുപോലെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ദളിത് ഫെമിനിസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്. ഈ നൂറ്റാണ്ടുകളായി ഇന്ത്യയിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങൾ, സമൂഹങ്ങൾ, അതിനെപ്പറ്റി അതിൽ നിന്നുകൊണ്ട് എങ്ങനെ ഒരു ഫെമിനിസ്റ്റ് നിലപാടെടുക്കാൻ സാധിക്കുമെന്നാണ് അവർ പരിശോധിച്ചത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറഞ്ഞു തുടങ്ങാനുള്ളത്, മുസ്ലിം എന്നുള്ള ഐഡന്റിറ്റി മാറ്റി വെച്ചുകൊണ്ട് ഇസ്ലാമിക് ഫെമിനിസം എന്നുള്ള ഒരു സങ്കല്പത്തെ ഇന്ത്യയിൽ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റില്ല. ഇസ്ലാമിക് ഫെമിനിസം എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ വർത്തമാനത്തെ പറ്റി, അല്ലെങ്കിൽ ഈ ഒരു നിമിഷത്തെ പറ്റി, ഇപ്പോൾ ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളെ പറ്റി സബീന സംസാരിക്കുകയുണ്ടായി. അത് എങ്ങനെ ഈ ദിവസങ്ങളെ, ഈ ചരിത്ര മുഹൂർത്തത്തെ എങ്ങനെ അഭിമുഖീകരിക്കണം, ആ ചരിത്ര മുഹൂർത്തത്തെ എങ്ങനെ വിലയിരുത്തണം എന്ന് നമ്മൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ. കാരണം 2 ചോദ്യങ്ങളാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ മുന്നിൽ, ഇന്ത്യയിലെ സെക്യുലറിസത്തിന് മുന്നിൽ, സെക്യുലറിസം എന്ന സങ്കല്പത്തിന് മുന്നിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നു വന്നത്. ഒന്ന് നീതിയുടെ ചോദ്യം, മറ്റേത് റിലീഫ് എന്ന് നമ്മൾ വിളിക്കുന്ന, അല്ലെങ്കിൽ ഹാർമണി എന്ന് നമ്മൾ വിളിക്കുന്ന ഈ ഒരു ചോദ്യം. അപ്പോൾ നമ്മുടെ നിയമ നിർവഹണ
ഏജൻസികൾ തന്നെ നീതിയുടെ ചോദ്യം മാറ്റിവെച്ചുകൊണ്ട് റിലീഫ് എന്നുള്ള ഒരു സങ്കല്പത്തിൽ കുറച്ചുകൂടി ഊന്നൽ നൽകിയിട്ടുള്ള ഒരു ചരിത്ര മുഹൂർത്തമാണിത്. മാറ്റിവെച്ചത് നീതിയാണ്. ആ നീതിയെപ്പറ്റി നമ്മൾ എങ്ങനെ സംസാരിക്കും? കാരണം നമ്മൾ ജീവിക്കുന്നത് ഒരു ഭരണകൂട ഭീകരതയുടെ മുഹൂർത്തത്തിൽ കൂടിയാണ്. ഈ നിമിഷം നമുക്ക് നീതിയെപ്പറ്റി സംസാരിക്കാൻ അവകാശമില്ല, അല്ലെങ്കിൽ നീതിയെപ്പറ്റി സംസാരിക്കുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മുഹൂർത്തമാണിത്. ഇപ്പോൾ നീതിയെ പറ്റിയുള്ള ചർച്ചകൾ ഉയർന്നു വന്നാൽ അത് സമാധാന ധ്വംസനത്തിന് ഇടയാക്കും എന്ന് പറയുന്നുണ്ട്. നീതി നിഷേധിക്കാം, പക്ഷെ നമുക്ക് വേണ്ടത് സമാധാനമാണ്. ഞാൻ ഓർമ്മിക്കുന്നത് ഷാഹിദ് അലി എന്നുള്ള ഒരു കവിയുടെ ഫെയർവെൽ, യാത്രയയപ്പ് എന്ന ഒരു കവിതയുണ്ട്. ഈ ഷാഹിദ് അലി പറഞ്ഞിട്ടുള്ളത്, ഫെയർവെൽ എന്നുള്ള കവിത കാശ്മീരിൽ നിന്നുള്ള കവിയാണ്. ഷാഹിദ് അലി അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഒടുക്കം കാശ്മീരിൽ നിന്ന് അമേരിക്കയിലേക്ക് പോവുകയും അവിടെ വെച്ച് എഴുതുകയും ചെയ്ത കവിതകളാണ് ആഘാ ഷാഹിദ് അലിയുടെ കവിതകൾ. ഫെയർവെൽ എന്നുള്ള കവിതയിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇംഗ്ലീഷിലെ വരികൾ ഇങ്ങനെയാണ്: they make a desolation and call it peace. അവര് ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന സമാധാനം എന്ന് പറയുന്നത് ഭീതിയുടെ സമാധാനമാണ്. എന്നിട്ട് അവരതിനെ പറയുന്നത് ഇത് സമാധാനം എന്ന പേരിട്ട് അവരെ വിളിക്കുന്നത് ഭീതിയിലൂടെ, ഭയത്തിലൂടെ, ആളുകളുടെ ഭയത്തിലൂടെ അവർ നിർമ്മിച്ചിട്ടുള്ള ഒരു സമാധാനം. അതിനെപ്പറ്റിയാണ് ആ കവിതയിൽ പറയുന്നത്. ആ കവിതയിൽ ഒരു റിഫ്രെയിൻ പോലെ, ഒരു ആവർത്തനം പോലെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു ലൈൻ ഉണ്ട്: യുവർ മെമ്മറി, മൈ മെമ്മറി കംസ് ഇൻ ദ വേ ഓഫ് യുവർ ഹിസ്റ്ററി. നിങ്ങളുടെ ചരിത്രത്തിന്റെ തടയിട്ടുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഓർമ്മകൾ വരുന്നുണ്ട്, ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ നിമിഷം നമ്മൾ സമാധാനത്തിന്റെ നിമിഷമാണ്. നമ്മൾ ലഹളകളെ തടഞ്ഞു, നമ്മൾ പ്രതിഷേധങ്ങളെ തടഞ്ഞു, നമ്മൾ വളരെ, സത്യം പറഞ്ഞാൽ ഇതൊരു ആധുനിക ജനാധിപത്യം എന്ന് നമുക്ക് പറയാവുന്ന ആധുനിക ദേശരാഷ്ട്രത്തിന്റെ, ഇന്ത്യ എന്ന ആധുനിക ദേശരാഷ്ട്രത്തിന്റെ ചരിത്രത്തിൽ വളരെയധികം അഭിമാനിക്കാവുന്ന ഒരു മുഹൂർത്തമാണ്. ദേശരാഷ്ട്രങ്ങളുടെ ചരിത്രം എപ്പോഴും അങ്ങനെയാണ്: സമാധാനം സൃഷ്ടിക്കുക, സമാധാനം നിർമ്മിക്കുക. ഈ സമാധാനം എങ്ങനെ നിർമ്മിച്ചു എന്ന് നമ്മൾ ചിലപ്പോഴൊന്നും ചോദിക്കാൻ പാടില്ല. ഇത്തരം ചോദ്യങ്ങളെ തടഞ്ഞു വെച്ചുകൊണ്ടാണ് ഇത്തരം സമാധാനങ്ങൾ നിർമ്മിക്കപ്പെടുന്നത്. ഈ നിമിഷം നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത്, നമ്മൾ നിർമ്മിച്ചിരിക്കുന്ന സമാധാനം അതുപോലെ ഒരു വയലന്റായ, നമ്മൾ സാഹിത്യം പഠിച്ചിട്ടുള്ളവർക്കറിയാം, ഇംഗ്ലീഷ് സാഹിത്യത്തിലോ നമ്മൾ പൊതുവെ പറയുന്ന ഒരു സാധനമുണ്ട്, ഓക്സിമോറൺ. രണ്ട് വിപരീത പദങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു ഭയാനകമായ സമാധാനമാണ് നമുക്ക് ഇപ്പോൾ ഉള്ളത്, ഈ നിമിഷമുള്ളത്. നമ്മൾ ദേശരാഷ്ട്രത്തിന് അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണ്. പക്ഷേ ഇത് തന്നെയാണ് ദേശരാഷ്ട്രത്തിന്റെ, നമ്മുടെ നേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന സങ്കല്പത്തിന്റെ നമ്മൾ ഏറ്റവും പ്രശ്നവൽക്കരിക്കേണ്ട ഒരു യാഥാർത്ഥ്യവും. അതെ, ദ പ്രോബ്ലമാറ്റിക് ഓഫ് ദ നേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു മുഹൂർത്തമാണിത്. ബെനഡിക്ട് ആൻഡേഴ്സൺ വായിച്ചിട്ടുള്ളവർക്കറിയാം, ഇമാജിൻഡ് കമ്മ്യൂണിറ്റീസ് എന്നുള്ള അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹം ദേശരാഷ്ട്രങ്ങൾ എങ്ങനെ നിർമ്മിക്കപ്പെടുന്നു, നേഷൻ സ്റ്റേറ്റ്സ്, ഹൗ നേഷൻ സ്റ്റേറ്റ്സ് ആർ കൺസ്ട്രക്റ്റഡ് എന്ന് സംസാരിക്കുന്നുണ്ട്. ദേശരാഷ്ട്രങ്ങൾ നിർമ്മിക്കപ്പെടുന്നത് വ്യത്യസ്തതയിലൂടെയല്ല. ദേശരാഷ്ട്രങ്ങൾ നിർമ്മിക്കപ്പെടുന്നത് വ്യത്യസ്തതയെ മറച്ചു വെച്ചുകൊണ്ട് ഒരു ഇമാജിൻഡ് കമ്മ്യൂണിറ്റീസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ വിഭാവനം ചെയ്യുന്ന, നമ്മൾ സങ്കല്പിക്കുന്ന ഒരു ഒരുമയുണ്ട്, സങ്കല്പിക്കുന്ന ഒരു യോജിപ്പുണ്ട്. ഈ യോജിപ്പിലൂടെയാണ് നമ്മൾ ദേശരാഷ്ട്രങ്ങൾ നിർമ്മിക്കുന്നത്. 1947 സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലും നമ്മളൊരു ആധുനിക ദേശരാഷ്ട്രം നിർമ്മിക്കാനുള്ള ഒരു ശ്രമം തുടങ്ങി. ഈ ദേശരാഷ്ട്രത്തിന്റെ പരിപൂർണതയാണ് ഒരു പക്ഷേ നമ്മൾ ഈ ഒരാഴ്ചയായി കാണുന്ന സമാധാനം. ഏറ്റവും വിസ്ഫോടനകരമായ കുറെ യാഥാർത്ഥ്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് വീണ്ടും ഷാഹിദ് അലിയുടെ ഭാഷയിൽ പറഞ്ഞാൽ വീണ്ടും നിങ്ങളുടെ ചരിത്രത്തെ ചോദ്യം ചെയ്യുന്ന എൻ്റെ ഓർമ്മകളെ മായ്ച്ചു കളഞ്ഞുകൊണ്ട് നിങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്ന സമാധാനം. ഈ സമാധാനം ആർക്കു വേണ്ടിയുള്ളതാണ്? ഈ സമാധാനം ഏത് വിഭാഗത്തെ പ്രീതിപ്പെടുത്താനുള്ളതാണ്? അങ്ങനെ ഒരു ചോദ്യം ദേശരാഷ്ട്രത്തിൽ നമുക്ക് ചോദിക്കാൻ പാടില്ല. കാരണം ആധുനിക ദേശരാഷ്ട്രം എന്നത് ഒറ്റ വിഭാഗമാണ്. ആധുനിക ദേശരാഷ്ട്രത്തിൽ വ്യത്യാസങ്ങളില്ല.
ആധുനിക ദേശരാഷ്ട്രങ്ങൾ എന്നാൽ വ്യത്യാസങ്ങൾ മായ്ച്ചുകൊണ്ടുള്ള ഒരു സങ്കല്പമായിരിക്കണം. ഈ ഒരു സങ്കല്പത്തെയാണ് നമ്മൾ വീണ്ടും വീണ്ടും ഇവിടെ നിന്ന് പ്രശ്നവൽക്കരിക്കേണ്ടത്. പ്രശ്നവൽക്കരിക്കണമെന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ പറയുന്നത് ഈ സമാധാനത്തിന് ഇതിനു മുമ്പത്തെ ചരിത്രം ഓരോ ന്യൂനപക്ഷം അല്ലെങ്കിൽ ഈ ചർച്ചയുടെ തലക്കെട്ടിൽ തന്നെ ന്യൂനപക്ഷം എന്നൊരു വിഭാഗമുണ്ട്. ന്യൂനപക്ഷം ആരാണ്? ന്യൂനപക്ഷം എങ്ങനെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ന്യൂനപക്ഷത്തെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് ന്യൂനപക്ഷം എന്നുള്ള സങ്കല്പവുമായി ഇടപെട്ടിരിക്കുന്നത്? നമ്മൾ എൻഗേജ് ചെയ്യുക എന്ന് പറയുന്നത് ഈ ഒരു ന്യൂനപക്ഷ സങ്കല്പവുമായി എങ്ങനെയാണ് നമ്മുടെ ഭരണഘടന ഇടപെട്ടിരിക്കുന്നത് എന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്ന ഈ ഒരു ചരിത്രം ഇത് വിസ്ഫോടനകരമായ 1980-കളിൽ തുടങ്ങിയ ഒരു പ്രത്യേക ഹിന്ദുത്വ ദേശീയതയുടെ ഭാഗമായി ഉണ്ടായ ഒരു കാര്യമല്ല. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ദേശീയത പ്രസ്ഥാനം തന്നെ ഈ ഒരു മെജോറിറ്റേറിയനിസത്തിൽ ഊന്നിയുള്ള ഭൂരിപക്ഷ വിഭാഗത്തെ പ്രീതിപ്പെടുത്തി ഊന്നിയിട്ടുള്ള ഒരു ദേശീയത പ്രസ്ഥാനമാണ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത്. ആ ഒരു ചരിത്രമാണ് നമ്മൾ നോക്കേണ്ടത്. ആ ഒരു പ്രോഗ്രഷൻ, ആ ഒരു വളർച്ചയാണ് നമ്മൾ നോക്കേണ്ടത്. ഈ ഒരു മൈനോറിറ്റി മെജോറിറ്റി സങ്കല്പങ്ങൾ, ന്യൂനപക്ഷം ഭൂരിപക്ഷം, ഈ ഒരു കോൺഫ്ലിക്റ്റ്, അവർ തമ്മിലുള്ള ഈ ഒരു കോൺഫ്ലിക്റ്റ് നമ്മുടെ ഭരണഘടന അല്ലെങ്കിൽ നമ്മുടെ ദേശരാഷ്ട്രം ഈ ഒരു കോൺഫ്ലിക്റ്റിൽ എങ്ങനെ ഇടപെട്ടു എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. സോ ഈ ചരിത്ര മുഹൂർത്തം അതുകൊണ്ട് തന്നെ വളരെയധികം പുറകിലേക്ക് പോയി നമ്മൾ പരിശോധിക്കേണ്ട ഒരു ചരിത്രമുണ്ട്. ഈ ഒരു മുഹൂർത്തത്തിന്, ഈ ഒരു മൊമെന്റിന് നമ്മൾ പിന്നിലേക്ക് പോയി പരിശോധിക്കേണ്ട ഒരു ചരിത്രമുണ്ട്. സോ 1940-കളിൽ അല്ലെങ്കിൽ 48-കളിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായി വരുന്നത് 1950 എന്ന് നമുക്കറിയാം. ഭരണഘടന 1950 എഴുതുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അത് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് നമുക്ക് ഉണ്ടായിട്ടുള്ള കുറേ ഡിബേറ്റ്സ് ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി ഡിബേറ്റ്സ് എന്നാണ് പറയുന്നത്. ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി ഡിബേറ്റ്സ് നമ്മളിപ്പോൾ പഠിക്കുമ്പോൾ മൈനോറിറ്റി അല്ലെങ്കിൽ ന്യൂനപക്ഷം എന്ന കാറ്റഗറി എങ്ങനെയാണ് ഉയർന്നു വരുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. സോ ഇപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി തന്നെ ഇന്ത്യൻ ദേശീയത എപ്പോഴും ഒരു സമഭാവനയിൽ ഊന്നി നിന്നുകൊണ്ട് ചരിത്രത്തെ നോക്കിക്കാണാൻ ശ്രമിച്ചിട്ടുള്ള ഒരു ദേശീയതയാണ് സമഭാവന. അത് നമ്മളെപ്പോഴും ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്ക് അകത്തിട്ടുകൊണ്ട് ചിന്തിക്കേണ്ട ഒരു സങ്കല്പം. സമഭാവന എന്നത് നമ്മൾ പറയുന്ന ഇക്വാലിറ്റി, ലിബർട്ടി, ഫ്രെറ്റേണിറ്റി എന്ന് പറയുമ്പോൾ ഈ ഒരു സമഭാവന എന്നുള്ളത് മെജോറിറ്റേറിയൻ സമഭാവനയാണോ, ഭൂരിപക്ഷ അധിഷ്ഠിതമായ ഒരു സമഭാവനയാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്? അത് നമ്മൾ ഓരോ ചരിത്ര മുഹൂർത്തത്തിലും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും ഇത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്ന ഉദാഹരണങ്ങളാണ്. നമ്മൾ ദേശീയ ഉത്സവങ്ങളായിട്ട് ആഘോഷിക്കുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ ഉത്സവങ്ങൾ, നമ്മൾ ദേശീയ വസ്ത്രമായിട്ട് ആഘോഷിക്കുന്ന സംഭവം. ഇപ്പോൾ സാരി എന്നുള്ളത് സ്ത്രീയുടെ, ഇന്ത്യൻ സ്ത്രീ എങ്ങനെയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്? സാരി ഉടുത്ത സ്ത്രീയാണ്. പക്ഷെ സാരി എന്നത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനവുമായി അല്ലെങ്കിൽ ദേശീയത പ്രസ്ഥാനവുമായി ചേർന്ന് ഉയർന്നു വന്നിട്ടുള്ള ഒരു വസ്ത്രരൂപമാണ്. ഇതിന് ഇന്ത്യയുടെ പിൻചരിത്രവുമായി അല്ലെങ്കിൽ ഇന്ത്യൻ ദേശീയതയ്ക്ക് മുമ്പുള്ള ഒരു ചരിത്രവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു വസ്ത്രമാണ്. അപ്പൊ ഇത്തരം സങ്കല്പങ്ങൾ ഒരു ഭൂരിപക്ഷ മതത്തെ അല്ലെങ്കിൽ ഭൂരിപക്ഷ വിശ്വാസത്തെ സ്വാംശീകരിച്ചുകൊണ്ട് ഇന്ത്യൻ ദേശീയത ഉണ്ടാക്കിയ ആ ഒരു നിമിഷം തന്നെ നമ്മൾക്ക് തെറ്റിപ്പോയി എന്ന് നമുക്ക് പറയുന്നത്. നമ്മുടെ ഇന്ത്യൻ എന്ന് പറയുന്നത് എത്രമാത്രം ന്യൂനപക്ഷങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു കർത്തൃത്വമാണ്. ഇന്ത്യൻ സബ്ജക്റ്റിവിറ്റി എന്ന് നമ്മൾ പറയുന്ന ഒരു സബ്ജക്റ്റിവിറ്റി, ഒരു കർത്തൃത്വത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് എത്രമാത്രം നിർവാഹകത്വം ഉണ്ടെന്ന്, ഏജൻസി ഉണ്ടെന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ന്യൂനപക്ഷങ്ങൾക്ക് ഏജൻസി ഉണ്ടോ? ഇപ്പൊ നമ്മൾ പറയുന്ന ഈ ഒരു സമാധാനത്തിന്റെ മുഹൂർത്തത്തിൽ സമാധാനം ആര് തീരുമാനിച്ചു? ആരുണ്ടാക്കിയ സമാധാനമാണിത്? അതിൽ ന്യൂനപക്ഷങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഏജൻസി ഉണ്ടോ എന്നൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഫെമിനിസത്തിലെ പേട്രണൈസേഷൻ എന്ന് നമ്മൾ പറയും. ഒരു രക്ഷകർത്തൃത്വത്തെ എതിർത്തുകൊണ്ടാണ് ഫെമിനിസം ഉയർന്നു വന്നിട്ടുള്ളത്.
സോ സ്ത്രീക്ക് എന്താണ് വേണ്ടതെന്ന് പുരുഷൻ പറയുന്നു, സ്ത്രീ എന്താണ് ചിന്തിക്കേണ്ടതെന്ന് പുരുഷൻ പറയുന്നു. ഇത്തരത്തിൽ ഒരു ഒരു പേട്രണൈസേഷനാണ് ന്യൂനപക്ഷങ്ങളുടെ പേരിൽ ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്കത് തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം ന്യൂനപക്ഷ ചിന്താഗതി എന്താണെന്നോ ന്യൂനപക്ഷങ്ങൾക്ക് നല്ലത് എന്താണെന്നോ ഒരു ഭൂരിപക്ഷ സമൂഹം നിശ്ചയിക്കുമ്പോഴാണ് ആധുനിക ദേശരാഷ്ട്രത്തിന്റെ വിള്ളലുകൾ പ്രകടമാകുന്നത്. നിങ്ങൾക്ക് വേണ്ടത് ഇതാണ്, നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണെന്ന് പറഞ്ഞു തരാൻ ഒരു കൂട്ട് ഉണ്ടാവുകയും ആ ശബ്ദത്തിന്, ആ വോയിസിന് കൂടുതൽ അംഗീകാരം ലഭിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ന്യൂനപക്ഷം എന്നുള്ളൊരു വിഭാഗം ഇന്ത്യൻ ചരിത്രത്തിൽ ഇന്ത്യൻ ഭരണഘടനാപരമായി തന്നെ തുടച്ചു മായ്ക്കപ്പെട്ടിരിക്കുന്ന, ഇറേസ് ചെയ്യപ്പെടുന്ന ഒരു മൊമെന്റാണ്. പക്ഷെ ഇത് ഇപ്പൊ സംഭവിച്ചതല്ല എന്നാണ് ഞാൻ പറയാൻ തുടങ്ങിയത്. കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി ഡിബേറ്റ്സിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി ഡിബേറ്റ്സിൽ ആ സമയത്തുണ്ടായ ചർച്ചകൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വാക്കാണ് ന്യൂനപക്ഷം. എന്തുകൊണ്ട് ന്യൂനപക്ഷം എന്നത് നമുക്ക് വേണമോ? റിസർവേഷൻ. ഇപ്പൊ അംബേദ്കർ ഒക്കെ ആദ്യമായിട്ട് മൈനോറിറ്റി എന്നുള്ളൊരു കാറ്റഗറി ഉപയോഗിച്ച് തുടങ്ങിയത് മുസ്ലിംസ് പാർശ്വവൽക്കരിക്കപ്പെട്ട എല്ലാ സമുദായങ്ങൾക്കും വേണ്ടിയാണ് അദ്ദേഹം ന്യൂനപക്ഷം എന്നൊരു വാക്ക് അംബേദ്കറുടെ ഒക്കെ ഒരു ഡിസ്കഷനിൽ ചർച്ചയിൽ ആദ്യമായിട്ട് ഉപയോഗിച്ചു വരുന്നത്. അപ്പൊ ന്യൂനപക്ഷങ്ങളെ പ്രീതിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഭരണഘടനയാണ് നമ്മൾക്കുണ്ടായിട്ടുള്ളതെന്ന് ആദ്യമായി ക്രിട്ടിസൈസ് ചെയ്തത് അല്ലെങ്കിൽ ആദ്യമായി വിമർശിച്ചത് ഇന്ത്യയിലെ സെക്യുലർ സമൂഹമല്ല, ന്യൂനപക്ഷ പ്രീണനം ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ മുഖപത്രം എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമായിട്ട് തർക്കം ഉന്നയിച്ചത് RSS ആണ്. 1950കളിൽ തന്നെ ഓർഗനൈസർ എന്നുള്ള അവരുടെ മാസികയുടെ അവതാരികയിൽ അവർ പറയുന്നുണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാൽ ന്യൂനപക്ഷ പ്രീണനമാണ്. ഈ ഒരു ന്യൂനപക്ഷ പ്രീണനം എന്നതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഒരു പ്രത്യേക റൈറ്റ്സ്, അവകാശങ്ങൾ ന്യൂനപക്ഷങ്ങൾക്ക് എന്തുകൊണ്ട് കൊടുക്കുന്നു എന്ന് ഓർഗനൈസർ ചർച്ച ചെയ്തു. ആ സമയത്ത് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും അധികം വിഷമം തോന്നിയ ഒരു കാര്യം ഇന്ത്യൻ ഭരണഘടന ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക അവകാശം നൽകി എന്നതായിരുന്നു. ഈ പ്രത്യേക അവകാശം എന്തുകൊണ്ട് നൽകി എന്നുള്ള ഡിബേറ്റ്സ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഉണ്ടായ സമയത്ത് അതിൻ്റെ അധികം ചർച്ചകൾ. പ്രത്യേക അംഗീകാരം നൽകണമോ, പ്രത്യേക അവകാശങ്ങൾ നൽകണമോ, റിസർവേഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് എന്നൊരു സങ്കല്പം നമ്മൾ എങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യും. അപ്പോൾ ഒരു കൂട്ടർ പറഞ്ഞത് ഇപ്പൊ നെഹ്റു, പട്ടേൽ തുടങ്ങിയവർക്കൊന്നും റിസർവേഷൻ എന്നുള്ള ഒരു സങ്കല്പത്തോട് യാതൊരു താല്പര്യവുമില്ലായിരുന്നു. കാരണം അവർ റിസർവേഷൻ എഗൻസ്റ്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ അതിനെ എതിർത്തത് മറ്റൊന്നും കൊണ്ടല്ല, അവരൊരു സമുദായത്തോടുള്ള എതിർപ്പ് കൊണ്ടല്ല പറഞ്ഞത്, ഒരു യൂണിവേഴ്സൽ ഹ്യൂമൻ റൈറ്റ്, സാർവദേശീയ മനുഷ്യാവകാശം, അതിൽ നിന്നുകൊണ്ടാണ് അവര് മനുഷ്യർ എന്നുള്ളൊരു സങ്കല്പം, ഹ്യൂമനിസം എന്നുള്ളൊരു സങ്കല്പത്തിൽ അധിഷ്ഠിതമായ ഒരു ഭരണഘടനയാണ് നമുക്ക് വേണ്ടത്, വ്യത്യാസങ്ങളിൽ ഊന്നിയുള്ള ഒരു ഭരണഘടനയല്ല എന്ന് ഏറ്റവും അധികം ബാധിച്ചത് നെഹ്റുവും പട്ടേലുമാണ്. ആ ഒരു അതിനെ പിന്താങ്ങി ഒരുപാട് പേര് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോഴും അതിൽ പങ്കെടുക്കുമ്പോഴും അതിനെ എതിർത്ത് കൊണ്ടുവന്ന മറ്റൊരു വാദം, നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരേ രാഷ്ട്രീയ അവകാശങ്ങളോടെയുള്ള മനുഷ്യരല്ല ഇപ്പോഴുള്ളത്. സാമൂഹികമായും രാഷ്ട്രീയമായും പിന്നാക്കം നിൽക്കുന്ന ഒരുപാട് വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ദേശമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ അപ്പോൾ എടുത്തു പറഞ്ഞ ഒരു റിസർവേഷൻ അല്ലെങ്കിലും റിസർവേഷൻ നമ്മൾ ഇറ്റ് ഈസ് നോട്ട് ആൻ എൻഡ്, ഇറ്റ് ഈസ് ദ മീൻസ് ടു ആൻ എൻഡ് എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി ഡിബേറ്റ്സിൽ റിസർവേഷനെ പറ്റി പറയുന്നത്. ഇത് ഒരു അവസാനമല്ല, ഇത് ഒരു അവസാനത്തിലേക്ക്, ഒരു ശുഭ പര്യവസാനത്തിലേക്കുള്ള ഒരു മാർഗമാണ് റിസർവേഷൻ. ഒരു നാൾ മനുഷ്യരെല്ലാം തുല്യരാകുന്ന, എല്ലാവർക്കും ഒരേ സാമൂഹിക അവകാശവും സാമൂഹിക പദവിയും രാഷ്ട്രീയ അവകാശവും ഉണ്ടാകുന്ന ഒരു സുപ്രഭാതത്തിൽ ഇന്ത്യയിൽ നിന്ന് എടുത്തു മാറ്റാൻ സാധിക്കുന്ന ഒരു സാധനമാണ് റിസർവേഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ചർച്ചകൾ വരുന്നത്. പക്ഷേ ഈ രാഷ്ട്രീയമായി ഇന്ന് ഇന്ത്യൻ ജനാധിപത്യം എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പാർശ്വവൽകൃത സമുദായങ്ങൾക്ക് വീണ്ടും വീണ്ടും രാഷ്ട്രീയ അവകാശങ്ങൾ ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്ന നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സോ മീൻസ് ടു ആൻ എൻഡ് എന്ന് പറഞ്ഞത് ആ എൻഡ് നമുക്കൊരിക്കലും, ആ പര്യവസാനം ഒരിക്കലും നമുക്ക് എത്താൻ പറ്റാത്ത ഒരു
മരീചിക പോലെ അത് നീണ്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചരിത്രത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. അതിന് വേണ്ടി അപ്പോൾ സാമൂഹിക പരിഷ്കർത്താക്കൾ ആവശ്യപ്പെട്ടതും ഈ ഒരു പ്രത്യേക അവകാശം വേണമെന്ന് വാദിച്ചതും ഈ ഒരു പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ, രാഷ്ട്രീയവും സാമൂഹികവുമായ വ്യത്യാസങ്ങൾ, അധികാര വ്യത്യാസങ്ങളിൽ നിൽക്കുന്ന ഒരു സമൂഹത്തിൽ ഇക്വാലിറ്റി എന്നുള്ള സങ്കല്പം നമ്മൾ നോക്കേണ്ടത് ഇക്വാലിറ്റി ഭൂരിപക്ഷത്തിന് ലഭിക്കുന്ന ഒരു അധിക അധികാരങ്ങൾക്ക് ഒരല്പം താഴ്ച ഉണ്ടാക്കിക്കൊണ്ടും അതേസമയം തന്നെ താഴെ നിൽക്കുന്ന ന്യൂനപക്ഷങ്ങൾ എന്ന് നമ്മൾ പറയുന്ന അവരെ ഉയർത്തിക്കൊണ്ടുവന്ന് ആണ് എന്ന് കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി ഡിബേറ്റ്സിൽ ചർച്ച ചെയ്യാനായി. ഈ ന്യൂനപക്ഷം എന്ന് പറയുന്നത് മുസ്ലിംസ് മാത്രം ഉൾപ്പെടുന്നു, മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മാത്രം ഉൾപ്പെട്ട ഒരു ന്യൂനപക്ഷത്തെ കുറിച്ചല്ല കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി ഡിബേറ്റ്സ് ചർച്ച ചെയ്തത്. അവർ ചർച്ച ചെയ്തത് ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന മുസ്ലിം ക്രിസ്ത്യൻ മതവിശ്വാസക്കാരോടൊപ്പം തന്നെ ഇവിടെ നമ്മൾ നൂറ്റാണ്ടുകളായി പാർശ്വവൽക്കരിക്കപ്പെട്ട എല്ലാ സമൂഹങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട്, പ്രത്യേകിച്ച് ദളിത് സമൂഹങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ന്യൂനപക്ഷം എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ആ സമയത്ത് ചർച്ചയിൽ ഉയർന്നു വരുന്നത്. ഈ ന്യൂനപക്ഷം മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് മാത്രമായിട്ട് നമ്മൾ നൽകി തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ മുഖ്യധാരയിൽ ന്യൂനപക്ഷം എന്നാൽ മുസ്ലിംസും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമാണ് എന്നുള്ള ഒരു വീക്ഷണകോണം ഉയർന്നു വരുന്നത് 1970-കളിലാണ്. 70-80 ആ ഒരു സമയത്താണ് ഇന്ത്യൻ ദേശീയതയുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒരു ഹിന്ദു റിവൈവലിസം നമ്മൾ കാണുന്നത്. ഹിന്ദു റിവൈവലിസം എന്നുള്ളത് ഞാൻ ഭക്തി പ്രസ്ഥാനത്തെ ഉദ്ദേശിച്ച് പറഞ്ഞില്ല, ഹിന്ദുത്വ ദേശീയത റിവൈവലിസം ഒരു ഉണർവ് നമ്മൾ കാണുന്നത് ആ ഒരു സമയത്താണ്. അവിടെ ന്യൂനപക്ഷങ്ങൾ എന്നാൽ മുസ്ലിങ്ങളാണ്, ക്രിസ്ത്യാനികളാണ്, പ്രത്യേകിച്ച് മുസ്ലിങ്ങളാണ്. ആ സമയത്ത് നമ്മൾ 80-കളിലെ ചർച്ചകൾ നോക്കുകയാണെങ്കിൽ അവകാശങ്ങളെ പറ്റിയാണ് 80-കളിലെ അധികം ചർച്ചയും. ആ സമയത്ത് ഫെമിനിസം ഇന്ത്യയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാറ്റഗറിയായിട്ട് ഫെമിനിസം ഉയർന്നു വരുന്നു. അതേസമയം തന്നെ 80-കളിൽ ഉയർന്നു വരുന്ന മറ്റൊരു കാറ്റഗറിയാണ് അവകാശം, ന്യൂനപക്ഷങ്ങളുടെ അധികാരം, പേഴ്സണൽ ലോയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ വീണ്ടും തിരിച്ചു വരുന്ന ഒരു സമയമാണ്. കുറച്ച് പേരുടെങ്കിലും ഷാബാനു കേസുമായി ബന്ധപ്പെട്ടുണ്ടായിട്ട് വന്ന ചർച്ചകൾ അറിയാം. ഷാബാനു കേസിൽ നമ്മൾ കണ്ടത് ഒരു ഫെമിനിസ്റ്റ് സങ്കല്പത്തിൽ നിന്നുകൊണ്ട് സ്ത്രീയുടെ അവകാശത്തിന് വേണ്ടി കോടതിയിൽ ഒരു സ്ത്രീ പോകുന്നു, മുസ്ലിം സ്ത്രീയുടെ അവകാശത്തിന് വേണ്ടി. എന്നാൽ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന നൽകിയ പ്രത്യേക അവകാശം, പേഴ്സണൽ ലോ മാനദണ്ഡമാക്കിയുള്ള ഒരു വിധിയായിരുന്നില്ല കോടതി നൽകിയത്. കോടതി മനുഷ്യാവകാശത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുകയും കൂടുതൽ പ്രാധാന്യം നൽകുകയും മനുഷ്യാവകാശത്തിലൂന്നിയുള്ള ഒരു വിധി കോടതി ആ സമയത്ത് ഷാബാനു കേസ് നൽകുകയും ചെയ്തു. ഇതിനെതിരായിട്ട് ഇന്ത്യൻ പാർലമെന്റ് മറ്റൊരു തീരുമാനമെടുത്തു. പേഴ്സണൽ ലോ, പാർലമെന്റിന് ഒരു കോടതി വിധിയിൽ എൻഗേജ് ചെയ്യാൻ സാധിക്കും, ഇടപെടാൻ സാധിക്കും. അപ്പോൾ ഇന്ത്യൻ പാർലമെന്റ് എടുത്ത തീരുമാനം ഈ നിമിഷം ഇന്ത്യയിൽ പേഴ്സണൽ ലോ അതിന് പ്രാധാന്യം നൽകേണ്ടതാണ്. പേഴ്സണൽ ലോയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ഷാബാനു കേസിൽ സുപ്രീം കോടതി നൽകിയ വിധിയെ നിരാകരിച്ചുകൊണ്ടാണ് ഇന്ത്യൻ പാർലമെന്റ് അന്ന് മുസ്ലിം സമൂഹത്തോടുള്ള അവരുടെ ഒരു നമുക്ക് പറയാവുന്ന മുസ്ലിം സമൂഹത്തിനെ പിന്നീട് അത് RSSും അതുപോലെയുള്ള ഹിന്ദുത്വ ശക്തികളും അതിനെ ഒരു സാമുദായിക പ്രീണനം എന്ന് വിളിക്കുകയുണ്ടായി. പക്ഷെ എന്ത് തന്നെയായാലും മുസ്ലിം സമൂഹത്തിന് പരിഗണന നൽകിക്കൊണ്ട് ഇന്ത്യൻ പാർലമെന്റ് പേഴ്സണൽ ലോയെ പിന്തുണച്ച ഒരു മുഹൂർത്തമാണ് ഷാബാനു കേസിൽ. അതേസമയം തന്നെ ഇപ്പോഴത്തെ ഒരു ചരിത്ര മുഹൂർത്തം നമ്മൾ നോക്കിയാൽ മുസ്ലിം സമൂഹത്തിന്, സമുദായത്തിന് അത്തരം ഒരു ബാർഗെയിനിങ് പവർ എന്ന് നമ്മൾ പറയുന്ന രാഷ്ട്രീയ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങിക്കാനുള്ള ഒരു ബാർഗെയിനിങ് പവർ, ആ ഒരു അധികാരം ഇല്ലാതിരിക്കുന്ന ഒരു മുഹൂർത്തത്തിൽ ഒരിക്കലും നമുക്ക് അത്തരം ഒരു ഇടപെടൽ പാർലമെന്റിൽ നിന്ന് പ്രതീക്ഷിക്കാനുമില്ല. അത്തരം ഒരു അവകാശം അതിന് വേണ്ടിയിട്ട് ചോദ്യം ചെയ്യാനുള്ള രാഷ്ട്രീയ അധികാരം ഇവിടുത്തെ ഒരു മുസ്ലിം സംഘടനയ്ക്കോ അല്ലെങ്കിൽ ഒരു മുസ്ലിം ഇവിടുത്തെ മുസ്ലിം
സമൂഹം എന്ന് ഞാൻ പറയുന്നത് മുസ്ലിം സമൂഹങ്ങളിലെ പലതരം പല കാറ്റഗറിയിൽ പല വിഭാഗങ്ങളിലുള്ള ഒരുപാട് മുസ്ലിം രീതികൾ പിന്തുടർന്നു പോകുന്ന മുസ്ലിങ്ങളാണ് ഇന്ത്യയിലുള്ളത്. ഇവിടെയുള്ള മുസ്ലിം വിഭാഗങ്ങൾക്ക് ആർക്കും അത്തരം ഒരു രാഷ്ട്രീയ അധികാരം ഈ നിമിഷം ഇല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പറഞ്ഞു വന്നത് ന്യൂനപക്ഷം എന്നുള്ളൊരു സങ്കല്പം അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ദേശീയതയിൽ വീണ്ടും വീണ്ടും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സങ്കല്പമാണ്, ഒരു സംഗതിയാണ്. എന്തുകൊണ്ട് നമ്മൾ ന്യൂനപക്ഷത്തെ പറ്റി ചർച്ച ചെയ്യുന്നു എന്നുള്ളത് ഞാൻ ആ തുടക്കത്തിൽ നിന്ന് പറയുകയുണ്ടായി. ന്യൂനപക്ഷം എപ്പോഴും ഭൂരിപക്ഷവുമായിട്ടുള്ള ഒരു ടെൻഷനിൽ നിലനിൽക്കുന്ന ഒരു വിഭാഗമാണ്. ഒരു യഥാർത്ഥ ജനാധിപത്യത്തിൽ അല്ലെങ്കിൽ മോഡേൺ നേഷൻ സ്റ്റേറ്റ് എന്ന് നമ്മൾ പറയുന്ന ആധുനിക ദേശരാഷ്ട്രം എന്ന് പറയുന്ന നമ്മുടെ സങ്കല്പത്തിൽ അത്തരം വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ദേശരാഷ്ട്രത്തിന്റെ ഇക്വാലിറ്റിയെ സമഭാവനയ്ക്ക് വിള്ളലുകൾ വരുത്തുന്ന കാറ്റഗറിയാണ് ഈ ഒരു മൈനോറിറ്റി മെജോറിറ്റി കാറ്റഗറീസ്. ഇവിടെ പക്ഷെ ഇത് നമ്മുടെ ഐഡിയൽ ഏറ്റവും നല്ല നിലയിൽ മാത്രം നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു ഐഡിയൽ സങ്കല്പമാണത്, ആ ഒരു സമഭാവന. പക്ഷെ അതേസമയം നമ്മൾ ആധുനിക ദേശരാഷ്ട്രങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഇത്തരം ഒരു സമഭാവന നിലനിൽക്കുന്നുണ്ടോ? ദേശരാഷ്ട്രീയത്തിന്റെ വയലൻസ് എന്താണ്? അതിനെപ്പറ്റിയാണ് ഞാൻ എനിക്ക് തോന്നുന്നു സംസാരിച്ചു തുടങ്ങിയത്. വയലൻസ് എന്ന് നമ്മൾ പറയുന്നത് ദേശരാഷ്ട്രീയം, ആധുനിക ദേശരാഷ്ട്രീയത്തിന്റെ വയലൻസ് എന്താണെന്ന് നമ്മൾ വീണ്ടും പരിശോധിക്കുമ്പോൾ ഒരു പക്ഷേ ഈ ഇക്വാലിറ്റി എന്ന് നമ്മൾ പറയുന്ന സമഭാവന എന്ന് പറയുന്ന ഈ സങ്കല്പം തന്നെ ഒരു വളരെ വയലന്റ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ട്, ഒരു നിർമ്മാണമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം വ്യത്യാസങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ടാണ് ആധുനിക ദേശരാഷ്ട്രം നിലനിൽക്കുന്നത്. നമ്മൾ ഇന്ത്യ എന്നുള്ള ഒരു സങ്കല്പം എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്ത്യ എന്ന് നമ്മൾ ഇന്ന് വിളിക്കുന്നതും അല്ലെങ്കിൽ എപ്പോഴും ഇന്ത്യയിലെ ഏറ്റവും അധികം ആധുനിക ദേശരാഷ്ട്രീയത്തെ പിന്താങ്ങുന്ന ഐഡിയോളജി എന്താണെന്ന് ചോദിച്ചാൽ RSSന്റെ ഐഡിയോളജിയാണ്. മോഡേൺ നേഷൻ സ്റ്റേറ്റുമായിട്ട് ഏറ്റവും അധികം ചേർന്ന് നിന്ന് പോകുന്നത് RSSന്റെ ഐഡിയോളജിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരാണ് വ്യത്യാസങ്ങൾ ഇല്ലാതാക്കാൻ പറയുന്നത്. അവരുടെ നേതാക്കളെല്ലാം തന്നെ യൂറോപ്യൻ ദേശരാഷ്ട്രങ്ങളെ മാതൃകയാക്കിക്കൊണ്ടുള്ള രാഷ്ട്ര നിർമ്മാണത്തെയാണ് പ്രോത്സാഹിപ്പിച്ചിരുന്നത്. അത് നമ്മൾ പിന്തിരിപ്പനാണെന്ന് പറഞ്ഞോ അല്ലെങ്കിൽ അങ്ങനെയല്ല നമ്മൾ പറയേണ്ടത്. നമ്മൾ നോക്കേണ്ടത് ആധുനിക ദേശരാഷ്ട്രീയം തന്നെ എത്രമാത്രം പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. വ്യത്യാസം ഇല്ലാതെ എല്ലാ മനുഷ്യരും ഒന്നുപോലെ ഒരൊറ്റ ഐഡിയോളജി അധിഷ്ഠിതമായ രാഷ്ട്രീയം, ഈ പോസ്റ്റ് സെക്യുലർ ചിന്താഗതി എന്ന് പറഞ്ഞ് ഇപ്പോൾ വെസ്റ്റേൺ അക്കാഡമിയിലോ ഇപ്പോൾ നമ്മൾ വെസ്റ്റേൺ എന്ന് മാത്രം പറയേണ്ട സൗത്ത് ഏഷ്യൻ സ്കോളേഴ്സ് ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു ചിന്താഗതിയുണ്ട്. അവർ പറയുന്നത് വെസ്റ്റേൺ സെക്യുലറിസം എന്ന് പറയുന്നത് നിർമ്മിച്ചിരിക്കുന്നത് ക്രിസ്ത്യാനിറ്റിയുടെ പ്രിൻസിപ്പിളിൽ അധിഷ്ഠിതമായ ഒരു ആധുനികതയെ മുൻനിർത്തിയാണ്. ഇന്ത്യയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹിന്ദുത്വത്തിൽ അധിഷ്ഠിതമായ ഒരു ആധുനികത വിഭാവനം ചെയ്യുന്ന കൂട്ടരാണ് ഇന്ന് ഹിന്ദുത്വത്തിന്റെ വക്താക്കൾ. ഹിന്ദുത്വ ഐഡിയോളജി എന്ന് പറയുന്നത് അത് നമ്മൾ പറയുന്നത് പോലെ അവർ പറയുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു ഐഡിയോളജിയെ പറ്റിയല്ല അവർ പറയുന്നത്. അവർ പറയുന്നത് വ്യത്യാസങ്ങളില്ലാതെ, ന്യൂനപക്ഷങ്ങളില്ലാതെ ഒരേ മതത്തിലൂന്നിയുള്ള പ്രിൻസിപ്പിൾസ്, ഒരേ ധർമ്മത്തിലൂന്നിയുള്ള പ്രിൻസിപ്പിൾസ് ആണ് ഈ രാജ്യത്തിന് വേണ്ടത് എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചോദ്യം ചെയ്യേണ്ടതും നമ്മൾ പ്രശ്നവൽക്കരിക്കേണ്ടതും അല്ലെങ്കിൽ പഴമയല്ല, നമ്മൾ പ്രശ്നവൽക്കരിക്കേണ്ടത് ഇത്തരം ദേശരാഷ്ട്ര സങ്കല്പങ്ങൾ എത്രമാത്രം വിജയിച്ചിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ മുന്നിലുള്ള തകർന്നടിഞ്ഞ അത്തരം ഒരു ദേശരാഷ്ട്ര സങ്കല്പമുണ്ട്, സോവിയറ്റ് യൂണിയൻ എന്നുള്ള ഒരു സങ്കല്പം. സോവിയറ്റ് യൂണിയൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വിപ്ലവകരമായ അല്ലെങ്കിൽ വളരെയധികം സമഭാവനയിൽ ഊന്നിയിട്ടുള്ള സോഷ്യലിസത്തെ മുൻനിർത്തിയുള്ള ഒരു സങ്കല്പമാണെന്ന് നമ്മൾ പറയുമ്പോഴും, കാരണം നമ്മൾ അതാണ് പഠിച്ചു വളർന്നത്. അതേസമയം തന്നെ ആ സങ്കല്പം എത്രമാത്രം ഫാഷിസവുമായി ചേർന്ന് പോയി എന്നുള്ളത് 30കളിലും 40കളിലും സോവിയറ്റ് ചരിത്രത്തിൽ എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. സോവിയറ്റ് യൂണിയനിൽ നിന്ന് ചിഹ്ന ഭിന്നമായി പോയ രാജ്യങ്ങൾ അവർ അനുഭവിച്ചിരുന്ന അല്ലെങ്കിൽ അവർ അഭിമുഖീകരിച്ച അടിച്ചമർത്തലുകളെ പറ്റി ഇപ്പോൾ പുതിയ ചരിത്രങ്ങൾ വരുന്നുണ്ട്. ഒരു സ്ത്രീകൾ പറയുന്ന ചരിത്രം,
അതുപോലെ ഈ ദേശരാഷ്ട്രങ്ങളിൽ, ഈ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിട്ടുള്ള ദേശങ്ങളിൽ ജീവിച്ചിരുന്ന മനുഷ്യർ പറയുന്ന പുതിയ ചരിത്രം, അവിടെ മതം എത്രമാത്രം അടിച്ചമർത്തപ്പെട്ടു, അവിടെ എത്രമാത്രം വ്യക്തി ജീവിതം അല്ലെങ്കിൽ ഓരോരുത്തരുടെ റീജിയണൽ ഐഡന്റിറ്റി, ഒരു പ്രത്യേക പ്രാദേശിക ഐഡന്റിറ്റി അവിടെ എത്രമാത്രം അടിച്ചമർത്തപ്പെട്ടു, ഇതിനെ പറ്റി എല്ലാം ഇപ്പോൾ ഉയർന്നു വരുന്ന ചർച്ചകളുണ്ട്. അതുകൊണ്ട് തന്നെ ആധുനിക ദേശരാഷ്ട്രം എന്നത് വിള്ളലുകളില്ലാത്ത ഒരു സംഭവമല്ല. ആ ഒരു ആധുനിക ദേശരാഷ്ട്രം എന്നുള്ള സങ്കല്പത്തിനെയാണ് നമ്മൾ വീണ്ടും വീണ്ടും ചോദ്യം ചെയ്യേണ്ടത്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞു തുടങ്ങിയത് ഓർഗനൈസറിൽ ഇന്ത്യൻ ദേശീയതയെ പറ്റി അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയെ പറ്റി തന്നെ പ്രശ്നവൽക്കരിച്ചുകൊണ്ട് ഉയർന്നു വന്ന 1950 ഉയർന്നു വന്ന ചർച്ചകളെ പറ്റിയാണ്. അന്ന് അവർ പറഞ്ഞത് ഇന്ത്യൻ ദേശീയത എന്ന ന്യൂനപക്ഷ പ്രീണനമാണ്, ഇന്ത്യൻ ദേശീയത അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന ന്യൂനപക്ഷ പ്രീണനത്തിന് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അന്ന് പേഴ്സണൽ ലോ എന്നുള്ള ഒരു സങ്കല്പത്തിന് ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡിന് വേണ്ടി ഏറ്റവും അധികം വാദിക്കുന്നത് BJP ആണ്. അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ യൂണിഫോം സിവിൽ കോഡിനെ എതിർത്ത ആദ്യത്തെ കക്ഷിയാണ് അല്ലെങ്കിൽ ആദ്യത്തെ വിഭാഗമാണ് RSS എന്നുള്ള സംഘടന. അവർ പറഞ്ഞത് യൂണിഫോം സിവിൽ കോഡ് ഒരു ഇക്വാലിറ്റിക്ക്, സമഭാവനയ്ക്ക് എതിരാണ്. അവർ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു തമാശയുള്ള ഒരു ഉദാഹരണമുണ്ട്. ആ സമയത്ത് അവർ പറഞ്ഞത് ഹിന്ദു കോഡ് ബില്ല് വരികയും വളരെ വിഭിന്നങ്ങളായ ഹിന്ദു വിശ്വാസങ്ങളെയെല്ലാം ഒരൊറ്റ നിയമനിർമ്മാണത്തിലൂടെ ഒന്നിച്ചു നിർത്തുകയും ചെയ്ത ഒരു സമയമാണത്. അപ്പോൾ ഹിന്ദു കോഡ് ബില്ലിനെ എതിർത്തുകൊണ്ടും അതേസമയം തന്നെ അപ്പോൾ ഹിന്ദുക്കൾക്കെല്ലാം ഇപ്പോൾ ഒരൊറ്റ നിയമം എത്തിയില്ല. ഹിന്ദുക്കൾക്ക് ഹിന്ദു വിശ്വാസികൾ അതുവരെ പിന്തുടർന്നു വന്ന ബഹുഭാര്യത്വം, ശൈശവ വിവാഹം, ഇതെല്ലാം ആ സമയം ഹിന്ദു കോഡ് ബിൽ വരുന്നതോടെ അതെല്ലാം ഇല്ലീഗലായി മാറുകയാണ്, നിയമത്തിനെതിരായി മാറുകയാണ്. ആ ഒരു നിമിഷം പേഴ്സണൽ ലോ എന്നുള്ള ഒരു സങ്കല്പത്തിലൂടെ അല്ലെങ്കിൽ പേഴ്സണൽ ലോ എന്നുള്ള ഒരു പരിരക്ഷയിലൂടെ മുസ്ലിങ്ങൾക്ക്, ക്രിസ്ത്യാനികൾക്ക് അവരുടെ വിശ്വാസം പിന്തുടർന്നു പോകാനുള്ള അവകാശം നൽകിയതിനെയാണ് ആദ്യമായിട്ട് RSS ചോദ്യം ചെയ്തത്. ഓർഗനൈസറിൽ വന്ന ഒരു കൊട്ടേഷന്റെ ഏതാണ്ട് തർജ്ജമ ഇങ്ങനെയാണ്: മുസ്ലിങ്ങൾക്ക് ബഹുഭാര്യത്വം സാധിക്കും, അതേസമയം ഹിന്ദുക്കൾക്ക് അത് നിഷേധിക്കപ്പെടുകയും ചെയ്യുന്നു. ഇത് എന്ത് നീതിയാണ്? ഇത് ഇല്ലീഗലായി മാറുകയും ഇത് മറ്റൊന്ന് നീതിയായി മാറുകയും ഒരേ പ്രാക്ടീസ് തന്നെ രണ്ട് കമ്മ്യൂണിറ്റികൾ രണ്ട് രീതിയിൽ ഫേസ് ചെയ്യുന്നത് എവിടുത്തെ നീതിയാണ്? സോ അത്തരത്തിലൊരു തുലനത്തിൽ നിന്നുകൊണ്ടാണ് ഹിന്ദുത്വ ഐഡിയോളജി ഇന്ത്യയിൽ അവരുടെ അവകാശങ്ങളെ പറ്റി സംസാരിച്ചു തുടങ്ങുന്നത്. അവർ പറയുന്ന സമഭാവന ഇത്തരം തുലനങ്ങളിൽ നിന്നുകൊണ്ടാണ്. ഇവരുടെ മതപരമായ ബഹുഭാര്യത്വത്തിൽ സംരക്ഷണം ലഭിക്കുമ്പോൾ ഹിന്ദു പുരുഷൻ എന്തുകൊണ്ട് അത് ലഭിക്കുന്നില്ല എന്നാണ് ഓർഗനൈസറിന്റെ ആ സമയത്തെ ആമുഖത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യം. അതുകൊണ്ട് തന്നെ പേഴ്സണൽ ലോയ്ക്ക് എഗൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ യൂണിഫോം സിവിൽ കോഡ് മുൻനിർത്തിയുള്ള സംവാദങ്ങളിൽ ഇത്തരം ഒരു തുലനം, ഇത്തരം ഒരു മത്സരം അല്ലെങ്കിൽ ഇത്തരം ഒരു അസൂയ കലർന്ന ഒരു നോക്കിക്കാണലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഈ ഒരു പരിരക്ഷ എന്തിനു നൽകിയെന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിച്ചവർക്ക് കൃത്യമായി ധാരണയുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു പരിരക്ഷ സാമൂഹികമായി സാമുദായികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് അവരുടെ ആരാധനാ കർമ്മങ്ങൾ, അവരുടെ ജീവിത രീതികൾ, അവരുടെ റിച്വൽസ് ഇതെല്ലാം സംരക്ഷിക്കാനുള്ള ഒരു പരിരക്ഷയായിട്ടാണ് പേഴ്സണൽ ലോ കൊണ്ടുവന്നത്. റിസർവേഷൻ എന്നുള്ളൊരു സങ്കല്പവും അത്തരം ഒരു പരിരക്ഷയാണ് നൽകിയത്. ഈ ഒരു ചർച്ചയ്ക്ക് തുടക്കം കുറിക്കുന്നത് 1950കളിലാണ്. എന്തിന് പ്രത്യേക അവകാശങ്ങൾ, എന്തിന് ഭരണഘടന ചിലർക്ക് പ്രത്യേക അവകാശം നൽകുന്നു, ഡയറക്റ്റീവ് പ്രിൻസിപ്പൾസ് എന്ന കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു കാറ്റഗറി തന്നെ എന്തുകൊണ്ടുണ്ടാവുന്നു, ഇത്തരം ചർച്ചകളെല്ലാം ആ ഒരു സമയത്ത് ഉയർന്നു വരികയുണ്ടായി. ഇതുമായിട്ട് ചേർത്ത് വെച്ച് ഇനി എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ന്യൂനപക്ഷ സംവാദങ്ങളോടൊപ്പം തന്നെ ചേർത്ത് വെച്ച് പറയാനുള്ളത് ഫെമിനിസം എന്നുള്ള സങ്കല്പം മുസ്ലിം സ്ത്രീകൾ എങ്ങനെ, ഫെമിനിസം എന്നുള്ള സങ്കല്പവുമായി മുസ്ലിം സ്ത്രീകൾക്ക് എങ്ങനെ ഇടപെടാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ ഫെമിനിസം അല്ലെങ്കിൽ സ്ത്രീ എന്ന നമ്മൾ ഒരു സങ്കല്പം എടുക്കുകയാണെങ്കിൽ യാഥാർത്ഥ്യത്തിൽ നിന്ന് മാറി സ്ത്രീ എന്ന സങ്കല്പം പലതരം ഐഡിയോളജികൾ എങ്ങനെ നോക്കി
നോക്കിക്കാണുന്നു എന്ന് നോക്കുന്നതിൽ അല്ലെങ്കിൽ അതിൽ അത് പരിശോധിച്ചുകൊണ്ട് ഒരുപക്ഷെ നമുക്ക് ഈ ചർച്ച തുടങ്ങാവുന്നതാണ്. ഫെമിനിസം, മുസ്ലിം ഫെമിനിസം എന്നുള്ള ചർച്ച. സ്ത്രീ എന്നുള്ള സങ്കല്പം ഹിന്ദു ദേശീയതയിൽ എങ്ങനെയാണ് ഉയർന്നു വരുന്നത്? സ്ത്രീ ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾ പൂർത്തിയായിരിക്കും. സ്ത്രീ അമ്മയാണ്, ദേവതയാണ്, ഇതൊക്കെ നിങ്ങൾക്ക് പറയാൻ സാധിക്കും അല്ലെങ്കിൽ പൂരിപ്പിക്കാൻ സാധിക്കും. ഈ സ്ത്രീ എന്നുള്ള സങ്കല്പം ഹിന്ദു ദേശീയതയുമായി ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് കാണാവുന്നത് 1930, 1920കളിൽ ആദ്യമായിട്ട് ഭാരത് മാതാവ് എന്നുള്ളൊരു സങ്കല്പം 1920കളിൽ അരങ്ങേറിയ ഒരു നാടകത്തിലൂടെയാണ് വരുന്നത്. അതിനു മുമ്പ് ഭാരതത്തിന് മാതാവ് ഉണ്ടായിരുന്നില്ല. 1920കളിൽ ബംഗാളിൽ അവതരിപ്പിച്ച ഒരു നാടകത്തിൽ നിന്ന് ഉയർന്നു വന്ന ഒരു സങ്കല്പമാണ് ഭാരത് മാതാവ്. അതുകൊണ്ട് തന്നെ ഭാരത് മാതാവ് എന്ന് നമ്മൾ പറയുമ്പോഴും ഭാരത് മാതാവ് എന്നുള്ള സങ്കല്പം ഒരു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു സങ്കല്പമല്ല, വളരെ ആധുനികമായ ഒരു സങ്കല്പമാണ് ഭാരത മാതാവിൻ്റെത്. നിങ്ങൾ ആ ഒരു ഇമേജ്, ആ ഒരു ചിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഭാരത് മാതാവിനെ എങ്ങനെയാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്? ഒരു കയ്യിൽ കൊടി പിടിച്ച് ഒരു മാപ്പിനകത്ത്, ഇന്ത്യയുടെ മാപ്പ്, നമ്മൾ ഇംഗ്ലീഷിൽ കാർട്ടോഗ്രഫി ഓഫ് ദ നേഷൻ എന്ന് പറയാവുന്ന ഒരു മാപ്പിനകത്താണ് നമ്മൾ ഭാരത് മാതാവിനെ നിർത്തിയിരിക്കുന്നത്. ഇത് ആധുനിക ഇന്ത്യയുടെ മുഖമാണ്. ഈ ഭാരത് മാതാവ് ഒരിക്കലും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു സങ്കല്പം അല്ല. ആധുനിക ഇന്ത്യ ഒരു വശത്ത് ദുർഗയെയും ഒരു വശത്ത് ലക്ഷ്മിയെയും ചേർത്ത് വെച്ചുകൊണ്ട് കൊടുത്ത ഒരു മുഖം. ആ മുഖം എവിടെയാണ് വച്ചിരിക്കുന്നത്? ആധുനികതയുടെ, ആധുനിക ദേശത്തിന്റെ ഏറ്റവും വലിയ അടയാളമായ മാപ്പിനകത്താണ് ഭാരത് മാതാവ് വെച്ചത്. അവർ കയ്യിൽ പിടിച്ചിരിക്കുന്നത് വീണ്ടും ആധുനിക ദേശീയതയുടെ മറ്റൊരു ചിഹ്നമായ ഒരു കൊടിയാണ്. അതുകൊണ്ട് തന്നെ ഭാരത് മാതാവ് എന്നുള്ളത് ഒരു ആധുനിക ദേശ നിർമ്മിതിയാണ്. ഈ ഒരു നിർമ്മിതിയെ ഹിന്ദു ദേശീയതയിലേക്ക് അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസങ്ങളിലൂന്നിയുള്ള ഒരു സ്ത്രീ നിർമ്മിതിയുമായി ചേർത്ത് വയ്ക്കുമ്പോഴാണ് ഇന്ത്യൻ ദേശീയതയിൽ എത്രമാത്രം ഭൂരിപക്ഷ മത വിശ്വാസം ഇടപെടുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഋതു റോയാണെന്ന് തോന്നുന്ന ഒരു ഫെമിനിസ്റ്റ് കാശ്മീരിനെ പറ്റി സംസാരിക്കുന്ന സമയത്ത് കാശ്മീരിലെ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ ഏറ്റവും വലുത് ദേശീയതയുടെ പ്രശ്നമാണെന്ന് അവർ പറയുകയുണ്ടായി. ഒരു പ്രശ്നബാധിത പ്രദേശത്ത് നിന്നുകൊണ്ട് ആ സ്ത്രീകൾക്ക് ഇന്ത്യയുമായി ചേർന്ന് ചിന്തിക്കണമെങ്കിൽ, ഋതു റോയ് പറഞ്ഞതാണ്, ഇന്ത്യയുമായി ചേർന്ന് ചിന്തിക്കണമെങ്കിൽ രൂപം കൊണ്ടും ഭാവം കൊണ്ടും ഭാഷ കൊണ്ടും തങ്ങളുമായി യാതൊരു ചേർച്ചയും ഇല്ലാത്ത ഒരു സ്ത്രീ രൂപത്തെ മാതാവെന്ന് വിളിച്ചുകൊണ്ടാണ് അവർ ഇന്ത്യൻ ദേശീയതയുമായി ചേർത്ത് നിൽക്കേണ്ടത്. ഇവിടുത്തെ മുസ്ലിം സ്ത്രീകളായാലും ഇന്ത്യയിലെ ക്രിസ്ത്യൻ സ്ത്രീകളായാലും നാം നോക്കിക്കാണുന്ന ഭാരത് മാതാവിന്റെ ചിഹ്നം രൂപം കൊണ്ടും ഭാവം കൊണ്ടും ഭാഷ കൊണ്ടും വിശ്വാസം കൊണ്ടും അവരുമായൊന്നും യാതൊരു തരത്തിലും പൊരുത്തപ്പെട്ടു പോകാത്ത ഒരു അടയാളമാണ്. ഈ ചിഹ്നത്തെ വീണ്ടും വീണ്ടും നമ്മൾ എങ്ങനെ ചോദ്യം ചെയ്യും? ഈ ഒരു ചിഹ്നത്തെ നമ്മുടെ പബ്ലിക് പ്രസൻസ് കൊണ്ട്, നമ്മുടെ ഒരു പബ്ലിക് ഇടപെടലുകൾ കൊണ്ട് നിരന്തരമായി ചോദ്യം ചെയ്യുന്ന ബിംബങ്ങളെ, നിരന്തരമായി ചോദ്യം ചെയ്യുന്ന വിഭാഗങ്ങളെയാണ് നമ്മൾ ഫണ്ടമെന്റലിസ്റ്റുകൾ എന്ന് വിളിച്ചു മാറ്റി നിർത്തുന്നത്. അപ്പോൾ ഇന്ത്യൻ ദേശീയത, ഇന്ത്യൻ ഇക്വാലിറ്റി അല്ലെങ്കിൽ ഇന്ത്യൻ സമഭാവന എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതുകൊണ്ട് തന്നെ പർദ്ദയിട്ട സ്ത്രീ നമുക്ക് ഫണ്ടമെന്റലിസ്റ്റാണ്. നമ്മുടെ ദേശീയതാ സങ്കല്പത്തിലെ ദേവതയുമായി ചേർന്ന് പോകാത്ത സ്ത്രീയാണ് പർദ്ദയിട്ട സ്ത്രീ. അല്ലെങ്കിൽ ക്രിസ്ത്യൻ വേഷത്തോടെ നമ്മൾ പലപ്പോഴും വളരെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എന്ന് ഇംഗ്ലീഷിൽ പറയാവുന്ന, നമ്മുടെ മനസ്സിൽ സങ്കല്പിക്കുന്നു, നമ്മുടെ മുന്നിൽ പെട്ടെന്ന് ഫെമിനിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ കടന്നു വരുന്ന ഒരു ബിംബമുണ്ട്. അതൊരിക്കലും ഒരു മുസ്ലിം സ്ത്രീയുടെ മുഖമല്ല. ഫെമിനിസ്റ്റ് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ അത്യാവശ്യം ബോൾഡായിട്ട് ഡ്രസ്സ് ചെയ്യുന്ന, അത്യാവശ്യം ബോൾഡായിട്ട് സംസാരിക്കുന്ന, പൊതു ഇടങ്ങളിൽ ഇടപെടുന്ന ഒരു സ്ത്രീ നമ്മൾ ഓർമ്മിക്കും. സബ മെഹമ്മൂദ് എന്നുള്ള പോസ്റ്റ് സെക്യുലറിസ്റ്റ് ഫെമിനിസ്റ്റ്, അവര് കഴിഞ്ഞ വർഷം മരിച്ചുപോയവര് വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ട് നമ്മുടെ ഫെമിനിസ്റ്റ് സങ്കല്പങ്ങളെ പറ്റി സബ മെഹമ്മൂദ് ചർച്ച ചെയ്യുന്നുണ്ട്. സബ പറയുന്നത് ചുണ്ടത ചായം തേക്കുകയും മുടിക്ക് കളറടിക്കുകയും മിനി സ്കേർട്ട് ഇടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ത്രീയെ നമ്മൾ സ്വാതന്ത്ര്യവാദി എന്ന് പറയും. എന്നാൽ തൻ്റെ വിശ്വാസത്തിലും തൻ്റെ സ്പിരിച്വാലിറ്റിയിലും ഊന്നി ഒരു വസ്ത്രധാരണം തിരഞ്ഞെടുത്ത് നമ്മുടെ പൊതു ഇടങ്ങളിൽ ഇടപെടുന്ന ഒരു സ്ത്രീയെ നമ്മൾ
അടിച്ചമർത്തപ്പെട്ടവർ എന്ന് വിളിക്കും. ഇതിനെ എങ്ങനെ നമുക്ക് തുലനം ചെയ്യാൻ പറ്റും? എക്സാക്റ്റ് ഇതായിരിക്കില്ല അവർ പറയുന്ന വാക്കുകൾ, പക്ഷേ ഏതാണ്ട് ഒരു തർജ്ജമ ഇങ്ങനെയാണ് അതിന് കൊടുക്കാൻ സാധിക്കുന്നത്. സബ മെഹ്മൂദിന്റെ പൊളിറ്റിക്സ് ഓഫ് ഫൈറ്റിംഗ് എന്നുള്ള ബുക്കിൽ അവർ പറയുന്ന അതിലെ ഒരു ചർച്ച ഇതാണ്: നമ്മളുടെ ഫെമിനിസ്റ്റ് സങ്കല്പത്തിൽ ഒരിക്കലും മുസ്ലിം സ്ത്രീ ഇല്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ ആ ഒരു ഇടം മുസ്ലിം സ്ത്രീക്ക് അവിടെ നൽകാമെന്ന് ചിന്തിക്കുന്നിടത്തായിരിക്കും ഒരുപക്ഷെ മുസ്ലിം ഫെമിനിസത്തിന്റെ തുടക്കം. ഇതിൽ തന്നെ മുസ്ലിം ഫെമിനിസം എന്ന് നമ്മൾ അംഗീകരിക്കാൻ തയ്യാറുള്ള ഒരു കാറ്റഗറി ഉണ്ട്. ഇപ്പോൾ നമ്മൾ ട്രിപ്പിൾ തലാഖിന്റെ ഡിബേറ്റുകൾ ഇന്ത്യയിൽ വരുന്നു വന്നപ്പോൾ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങളെ പറ്റി ഏറ്റവും അധികം ചർച്ച ചെയ്തത് BJP ആണ്. മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടി കഴിഞ്ഞ നേതാക്കളെ നമുക്കറിയാം. അത് ഒരു ചരിത്രപരമായ തന്നെ ഒരു തമാശയാണ്. മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടി ഏറ്റവും അധികം കരയുന്ന വ്യക്തി ഭരിച്ചിരുന്ന സംസ്ഥാനത്തിൽ എത്ര മുസ്ലിം സ്ത്രീകൾ കൊല്ലപ്പെട്ടു എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. മുസ്ലിം സ്ത്രീയുടെ സുരക്ഷയെ പറ്റി ഏറ്റവും അധികം കണ്ണീർ വാർത്ത വ്യക്തികൾ എങ്ങനെ മുസ്ലിം സ്ത്രീയെ സംരക്ഷിച്ചു എന്ന് നമുക്കറിയാം. മുസഫർ നഗറും ഗുജറാത്തും ഒക്കെ യാഥാർത്ഥ്യമായ ഒരു ഇന്ത്യയിൽ നിന്നുകൊണ്ട് മുസ്ലിം സ്ത്രീയുടെ അവകാശം, അതിന് കാരണക്കാരായവർ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർ മുസ്ലിം സ്ത്രീയുടെ അവകാശത്തിനെ പറ്റിയല്ല സംസാരിക്കുന്നത്. അവർ സംസാരിക്കുന്നത് ഇപ്പോൾ നിലനിൽക്കുന്ന ചരിത്ര യാഥാർത്ഥ്യങ്ങളെ എങ്ങനെ മുസ്ലിം പുരുഷനെതിരായി തിരിച്ചുവിടാമെന്നുള്ള ഒരു ചർച്ചയാണ് ആ സമയത്ത് ഉയർന്നു വന്നതെന്ന് നമ്മൾ ആ ഒരു ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ട്രിപ്പിൾ തലാഖിന്റെ ചർച്ചകളിൽ മുസ്ലിം സ്ത്രീകൾ അനുഭവിക്കുന്ന കഷ്ടത്തെ പറ്റി, അവരുടെ സഫറിങ്സിനെ പറ്റി ഏറ്റവും കൂടുതൽ സംസാരിച്ച വ്യക്തികൾ ആരാണെന്ന് നമ്മൾ പരിശോധിക്കണമെന്ന്. 2, മുസ്ലിം പുരുഷനെ മാറ്റി നിർത്തിക്കൊണ്ട് മുസ്ലിം സ്ത്രീകൾക്ക് മാത്രമായിട്ട് അവകാശങ്ങളും സ്വാതന്ത്ര്യവും വാഗ്ദാനം ചെയ്യുന്ന സമുദായത്തോട്, മുസ്ലിം സമൂഹത്തോട് നീതി പുലർത്തുന്ന ചർച്ചകളല്ല. മുസ്ലിം പുരുഷനെ എതിർ കക്ഷിയായി നിർത്തിക്കൊണ്ട് മുസ്ലിം സ്ത്രീയുടെ അവകാശത്തിനെ പറ്റി ചർച്ച ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇസ്ലാമിക ഫെമിനിസം എന്നുള്ള ഒരു ലേബലിൽ 2 തരത്തിലുള്ള ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ട്. ഒരു വലിയ വിഭാഗമുണ്ട്. ഇപ്പൊ അമീന വദൂദിനെ പോലെ, അയൻ മിർസിയയെ പോലെ, പാകിസ്ഥാനിൽ മുക്തരുമായി, ഇന്ത്യയിൽ ബംഗ്ലാദേശിൽ തസ്ലീമ നസ്രീൻ, ഇവരൊക്കെ ഉയർത്തി വരുന്ന അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയമുണ്ട്. ഇവർ പറയുന്ന രാഷ്ട്രീയം മതത്തിനകത്ത് മുസ്ലിം സ്ത്രീ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ പറ്റിയാണ് ഇവർ ചർച്ച ചെയ്യുന്നത്. അത് അവർ നിൽക്കട്ടെ. മതത്തിനകത്ത് മുസ്ലിം സ്ത്രീ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഇവർ അഡ്രസ് ചെയ്യുന്നത് പാശ്ചാത്യർക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. ഇന്ത്യയിലും അതെ. തസ്ലീമ നസ്രീൻ എന്തുകൊണ്ട് ഇന്ത്യയിൽ അഭയം കൊടുത്തു? മുസ്ലിം സമുദായത്തിനെതിരായിട്ട് സംസാരിക്കാൻ സമുദായത്തിന് അകത്ത് നിന്ന് വന്ന ഒരു സ്ത്രീയാണ് അവർ. അതേസമയം മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങളെ പറ്റി ഇവർ സംസാരിക്കുമ്പോൾ പേട്രിയാർക്കി എന്നുള്ള ഒരു സങ്കല്പം സമുദായത്തിനകത്ത് മാത്രമായി നിൽക്കുന്ന ഒരു സാധനമായിട്ടാണ് ഈ ചർച്ചകളിലെല്ലാം ഉയർന്നു വരുന്നത്. അതാണോ മുസ്ലിം ഫെമിനിസത്തിന്റെ അല്ലെങ്കിൽ ഇസ്ലാമിക ഫെമിനിസത്തിന്റെ വഴി എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇന്നത്തെ ഈ ഒരു ചരിത്ര മുഹൂർത്തത്തിൽ ഇന്ത്യയിൽ ഏറ്റവും അധികം അടിച്ചമർത്തപ്പെട്ടിട്ടുള്ളത്, ഏറ്റവും അധികം രാഷ്ട്രീയ അവകാശമില്ലാത്തത്, വഴിയിലിറങ്ങിയാൽ അപകടത്തിൽ അല്ലെങ്കിൽ തല്ലിക്കൊല്ലപ്പെട്ട് മരിക്കാൻ ഇടയുള്ളത് ഏത് വ്യക്തിയാണ്? മുസ്ലിം പുരുഷനാണ്. മുസ്ലിം സ്ത്രീയെക്കാളും കൂടുതൽ അവകാശം നിഷേധിക്കപ്പെട്ട ഒരു കാറ്റഗറിയാണ്, ഒരു വിഭാഗമാണ് മുസ്ലിം പുരുഷൻ. ആ മുസ്ലിം പുരുഷനെ ചോദ്യത്തിന്റെ മറുപുറത്ത് നിർത്തിക്കൊണ്ട് അവനെ കുറ്റവാളിയാക്കിക്കൊണ്ട് മുസ്ലിം സ്ത്രീയുടെ അവകാശത്തെ പറ്റി ചർച്ച ചെയ്യുന്ന ഒരു ഐഡിയോളജിയും യഥാർത്ഥത്തിൽ മുസ്ലിം സ്ത്രീയെ സഹായിക്കാനുള്ള ഐഡിയോളജി അല്ല എന്നുള്ളതാണ് എൻ്റെ പക്ഷം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം മുസ്ലിം ഫെമിനിസത്തിൽ നിന്ന് വേറിട്ടുകൊണ്ട് മുസ്ലിം പുരുഷന്റെ കൂടി അല്ലെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മൈനോറിറ്റി എന്നുള്ള ഒരു സ്റ്റേറ്റസിനെ കൂടി ചേർത്ത് വായിക്കുന്ന ഒരു അവകാശത്തെ പറ്റി നമ്മൾ സംസാരിക്കേണ്ടത്, ചിന്തിക്കേണ്ടത്. ഇത് തന്നെയാണ് ദളിത് ഫെമിനിസ്റ്റ് പറയുന്നത്. ദളിത് പുരുഷനെ അല്ലെങ്കിൽ ദളിത് പേട്രിയാർക്കിയെ പറ്റി സംസാരിക്കാൻ പുറത്തുള്ള ഫെമിനിസ്റ്റുകൾക്ക് ഭയങ്കരമായ ഒരു ആകാംക്ഷയുണ്ട്, ഒരു ആൻസൈറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. ആ ഒരു ആൻസൈറ്റി പലപ്പോഴും ഉയർന്നു വരുന്നത് അവരവരുടെ പ്രിവിലേജുകളിൽ നിന്നാണ്. ഇതേ അവസ്ഥയെ തന്നെയാണ് മുസ്ലിം പുരുഷനെ നമ്മുടെ ചോദ്യത്തിന്റെ എതിർവശത്ത് നിർത്തിക്കൊണ്ട് ഉള്ള ഒരു ഫെമിനിസ്റ്റ് സങ്കല്പം ഒരിക്കലും
മുസ്ലിം സമുദായത്തോട് നീതി പുലർത്തുന്നതായിരിക്കില്ല എന്ന് തിരിച്ചറിയുന്നിടത്ത് നിന്നായിരിക്കണം ഒരുപക്ഷെ നമ്മൾ ഇസ്ലാമിക് ഫെമിനിസത്തിന്റെ തുടക്കം പരിശോധിക്കേണ്ടത്. സബ മെഹമ്മൂദിനെ പോലെ ഇപ്പോൾ ഒരുപാട് പേര് അതിനുശേഷവും ഉയർത്തിക്കൊണ്ടുവരുന്ന ചോദ്യങ്ങളുണ്ട്. മുസ്ലിം വിശ്വാസങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഫെമിനിസത്തിന് സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ വസ്ത്രധാരണമാണോ നമ്മുടെ ഫെമിനിസം? അത് അത്തരം ചില രീതികൾ, ഇപ്പോൾ ഒരാളെ ഒരു വസ്ത്രം ധരിപ്പിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ധരിപ്പിക്കാതെ ഇരുന്നത് കൊണ്ടോ ഒരാൾ ഫെമിനിസ്റ്റ് ആവുകയോ അല്ലാതാവുകയോ ചെയ്യുമോ തുടങ്ങിയ പലതരം വിശ്വാസങ്ങളിൽ നിന്നും തുടങ്ങിയ പലതരം ചർച്ചകളിൽ നിന്നുമാണ് ഒരു പക്ഷേ നമ്മൾ മുസ്ലിം ഫെമിനിസത്തിന്റെ ഒരു തുടക്കം നോക്കിക്കാണേണ്ടത്. ഒരു പക്ഷേ ആ ഒരു രീതിയിൽ ഇന്ത്യയിൽ ചിന്തിച്ചിരുന്ന വ്യക്തികൾ ഉണ്ട്. പക്ഷെ ഇന്ത്യൻ ചരിത്രം അല്ലെങ്കിൽ ഇന്ത്യൻ ഫെമിനിസ്റ്റ് ചരിത്രത്തിൽ നമുക്ക് അത്തരം വ്യക്തികൾക്ക് അത്തരം ഇടപെടലുകൾക്ക് ഒരുപാട് സമയമോ സന്ദർഭമോ നമ്മൾ കൊടുത്തിട്ടില്ല. ആ ഒരു 19-ാം നൂറ്റാണ്ടിന്റെ ഒടുക്കത്തിലും 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും എഴുതിയിരുന്ന, സംസാരിച്ചിരുന്ന, പ്രവർത്തിച്ചിരുന്ന ഒരുപാട് മുസ്ലിം വനിതകളുണ്ട്. ചിലരെയൊക്കെ നിങ്ങൾക്ക് പരിചയമുണ്ടായിരിക്കും. പ്രൊഫിയ സഖാവത്ത് ഹുസൈനെ പോലെയുള്ളവർ. ഇവരൊക്കെ സമുദായത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ സമുദായത്തെ പറ്റിയും സമുദായത്തിനെ ഒരു റിഫോമിസ്റ്റ് കാഴ്ചപ്പാടിലൂടെ സമുദായത്തെ നോക്കിക്കാണുമ്പോഴും സമുദായത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് സാമുദായികമായ ഒരു ഐഡന്റിറ്റി ഊന്നി നിന്നുകൊണ്ടാണ് ഇവരുടെ ചർച്ചകൾ പലപ്പോഴും തുടങ്ങിയിട്ടുള്ളതും അവസാനിച്ചിട്ടുള്ളതും. അത്തരം ഒരു ചരിത്രത്തെ തിരികെ കൊണ്ടുവരുന്നതിനോടൊപ്പം ആ ഒരു ചരിത്രം, ദേശീയതയുടെ ചരിത്രത്തെ പുനർനിർമ്മിച്ചുകൊണ്ടും ആയിരിക്കണം ഒരു പക്ഷേ നമ്മൾ ന്യൂനപക്ഷ അവകാശങ്ങളെ കുറിച്ച് സംസാരിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. പറയുന്നത് താൻ പോസ്റ്റ് ഫെമിനിസ്റ്റ് ആണെന്നാണ്. ഇപ്പോൾ ഫെമിനിസം എന്ന് പറയുന്നത് സെക്കൻഡ് വേവ് ഫെമിനിസ്റ്റുകളെല്ലാം ഒരു പുരുഷ വിരോധികളാണെന്നും അല്ലെങ്കിൽ അങ്ങനെയുള്ളവരാണ്. അതുകൊണ്ട് തന്നെ താൻ ഒരു പുരുഷ വിരോധിയല്ല ഒരിക്കലും. അവർ ആ പുരുഷ ആധിപത്യത്തിലൂന്നിയ അവരുടെ ചില നിലപാടുകളെയാണ് എതിർക്കുന്നത് എന്ന് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഫെമിനിസം എന്നത് നമ്മൾ അന്വേഷിച്ച് പോയാൽ എത്തുന്നത് ഈ ഒരു അർത്ഥത്തിലേക്ക് തന്നെയല്ലേ. അതിൽ തന്നെ പോസ്റ്റ് ഫെമിനിസം എന്നൊരു വിഭാഗീകരണത്തിന് ആവശ്യമുണ്ടോ? നമുക്ക് പറയാമെങ്കിൽ ഒരു ഫാഷനബിൾ ആയിട്ടുള്ള ഒരു പദമായിട്ട് മാറിയിരിക്കുകയാണ് പോസ്റ്റ്. നമുക്ക് ഒരുപാട് പോസ്റ്റ് എന്നുള്ള ഒരു ടെർമിനോളജി നമുക്ക് ഒരുപാട് ഡിസിപ്ലിൻസിൽ അല്ലെങ്കിൽ ഒരുപാടിടങ്ങളിൽ പരിചയമുണ്ട്. പോസ്റ്റ് കൊളോണിയലിസം, പോസ്റ്റ് സ്ട്രക്ചറലിസം, പോസ്റ്റ് മോഡേണിസം, ഇപ്പോൾ പോസ്റ്റ് ഫെമിനിസം, ഞാൻ പറഞ്ഞത് പോസ്റ്റ് സെക്യുലറിസം. ഇതൊക്കെ അതിനുശേഷം എന്ത് എന്ന് അന്വേഷിക്കുന്നതാണ്. ഇത് അതുമായിട്ട് എനിക്ക് തോന്നുന്നു പോസ്റ്റ് ഫെമിനിസം എന്നുള്ള കാറ്റഗറി പോസ്റ്റ് സെക്യുലറിസം പോലെ അല്ലെങ്കിൽ പോസ്റ്റ് സ്ട്രക്ചറലിസം പോലെ അതിനെതിരായിട്ട് വരുന്നതല്ല. പോസ്റ്റ് മോഡേണിസം പോലും മോഡേണിസത്തിനെതിരായിട്ട് വരുന്നതല്ല. മോഡേണിസത്തെ പ്രശ്നവൽക്കരിച്ചുകൊണ്ട് അതിൻ്റെ സാധ്യതകളെ പരിശോധിക്കുന്ന ഒരു ചിന്താഗതിയാണ്. അതുപോലെ തന്നെയാണ് പോസ്റ്റ് ഫെമിനിസ്റ്റ് ചിന്താഗതി. ഇപ്പം നമ്മൾ പറഞ്ഞ ഒരു ഫെമിനിസ്റ്റ് നിലപാടുകൾ, ഇസ്ലാമിക് ഫെമിനിസം എങ്ങനെ സാധ്യമാകും? ഒരിക്കലും പുരുഷനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ഫെമിനിസ്റ്റ് നിലപാടായിരിക്കില്ല മുസ്ലിങ്ങൾക്ക് അനുയോജ്യം. മുസ്ലിം ഫെമിനിസം എന്നാലും മുസ്ലിം പുരുഷന്റെ രാഷ്ട്രീയ അവകാശങ്ങളെ പറ്റി കൂടി ചിന്തിക്കേണ്ട ഒരു തിയറി ആയിരിക്കണമെന്ന് പറയുന്ന ഒരു ഇതാണ്. അതേ ഒരു നിലപാടാണ് പല ഇപ്പോൾ അറേബ്യൻ, മിഡിൽ ഈസ്റ്റിൽ നിന്ന് എഴുതുന്ന ഒരുപാട് ഫെമിനിസ്റ്റുകളുണ്ട്. അവരൊക്കെ സ്വീകരിക്കുന്ന ഒരു നിലപാട് തന്നെയാണ്. അവർ സമുദായത്തിനകത്തുള്ള ടെൻഷൻസിനെ പറ്റി മാത്രമല്ല എഴുതുന്നത്. ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു സമുദായം എന്നുള്ള നിലയിൽ ഒരു ലാർജ് ഗ്ലോബൽ റിയാലിറ്റിയിൽ ഈ സമുദായം എങ്ങനെ അടയാളപ്പെടുത്തുന്നു എന്നുള്ളത് നമ്മൾ കൂടുതൽ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ലൈല മുഹമ്മദിന്റെ ഒരു പുസ്തകമുണ്ട്, ടു മുസ്ലിം വിമൻ നീഡ് സേവിങ് എന്നാണ്. മുസ്ലിം സ്ത്രീ രക്ഷിക്കപ്പെടേണ്ടതുണ്ടോ എന്നാണ് ആ പുസ്തകത്തിന്റെ ടൈറ്റിൽ. അവർ പറയുന്നത് പാശ്ചാത്യ സാമ്രാജ്യത്വ സങ്കല്പങ്ങളെ മുഴുവൻ സംരക്ഷിച്ചുകൊണ്ട് വൈറ്റ് മെയിൽ, വെസ്റ്റേൺ വൈറ്റ് മെയിൽ ഇറങ്ങി തിരിച്ച ഒരു യുദ്ധമാണ് വാർ അഗൈൻസ്റ്റ് ടെറർ എന്നുള്ള യുദ്ധം.
വാർ എഗൻസ്റ്റ് ടെററിന് നമുക്കറിയാമല്ലോ. അഫ്ഗാനിസ്ഥാനിൽ താലിബാനെ പുറത്താക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ അമേരിക്ക തുടങ്ങി വെച്ച ഒരു യുദ്ധമാണ്. ഇതിൽ ആ ഒരു ടെററിസ്റ്റ് ഇമേജ് ചാർത്തി കിട്ടിയ മുസ്ലിം പുരുഷൻ, ആ മുസ്ലിം പുരുഷന്റെ രൂപം എല്ലായിടത്തും പിന്നെ ഒരു പ്രശ്നവൽകൃത രൂപമായി മാറുന്നുണ്ട്. മുസ്ലിം എന്നാൽ തന്നെ താടിയുള്ള പുരുഷനാണ്, മുസ്ലിം എന്നാൽ തന്നെ തലയിൽ കെട്ടുള്ള പുരുഷനാണ്. ആ ഒരു പടം മാത്രമേ മുസ്ലിം പുരുഷനുള്ളൂ. ഈ ഒരു മുസ്ലിം പുരുഷന്റെ രൂപത്തെ വീണ്ടും വീണ്ടും ടെററിസ്റ്റ് എന്നുള്ളൊരു ഒരു പരിവേഷം ചാർത്തി കൊടുത്തുകൊണ്ടാണ് ഈ വാർ ഓൺ ടെറർ തുടങ്ങിയതെന്ന് ലൈല അബുലൂബ് പറയുന്നുണ്ട്. അവരുടെ തുടർന്ന് അവർ പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു നിലപാടിതാണ്. അവർ പറയുന്നത് വെസ്റ്റേൺ ഇമ്പീരിയലിസത്തെ, ഏറ്റവും പാശ്ചാത്യ സാമ്രാജ്യത്തെ ഏറ്റവും കൂടുതൽ സംരക്ഷിച്ചു നിർത്തുന്നത് സഫർ ചെയ്യുന്ന മുസ്ലിം സ്ത്രീയുടെ മുഖമാണെന്നാണ്. സേവ് മുസ്ലിം വിമൻ എന്ന് പറഞ്ഞ് ഒരു ക്യാമ്പയിൻ തന്നെ അമേരിക്കയിൽ ആ സമയത്ത് തുടങ്ങുകയുണ്ടായി. ഈ ക്യാമ്പയിൻ ഈ ക്യാമ്പയിന് നേതൃത്വം നൽകിയിരുന്നത് അമേരിക്കയുടെ ഫസ്റ്റ് ലേഡിയായ ബുഷിന്റെ ഭാര്യ ലോറ ബുഷ്. സേവ് അഫ്ഗാൻ വിമൻ ക്യാമ്പയിൻ, അതിൽ ആ ക്യാമ്പയിൻ്റെ ഒരു മുഖചിത്രം എന്ന് പറയുന്നത് പർദ്ദയൊക്കെ ഇട്ട് താലിബാന്റെ ഒരു പീഡനങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയ പാവപ്പെട്ട മുസ്ലിം സ്ത്രീയുടെ ഒരു ഇമേജ് സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ ക്യാമ്പയിൻ അമേരിക്കയിൽ പ്രചരിക്കുന്നത്. ഈ ഒരു ക്യാമ്പയിൻ പ്രചരിപ്പിക്കുക വഴി അമേരിക്ക എന്താണ് നേടിയത് എന്ന് ലൈല അബുലൂബ് ഈ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നുണ്ട്, ഈ ഒരു പുസ്തകത്തിൽ ചോദിക്കുന്നുണ്ട്. അവർ പറയുന്നത് ഈ ഒരു ഇമേജ് വഴി ലിബറൽ സമൂഹത്തിന്റെ മുഴുവൻ പിന്തുണയും അഫ്ഗാനിസ്ഥാനോട് അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്ന, അഫ്ഗാനിസ്ഥാനെതിരായി അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ യുദ്ധത്തിന് ആ ഒരു ലിബറൽ സമൂഹത്തിന്റെ പിന്തുണ നേടിയെടുക്കാൻ ഈ ഒരു ഇമേജ്, ഈ ഒരു ചിഹ്നത്തിന് സാധിച്ചു. പർദ്ദയിട്ട മുഖം മൂടിയ മുസ്ലിം സ്ത്രീയുടെ ചിഹ്നമായിരുന്നു അത് എന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഫെമിനിസം എന്നുള്ളത്, ലിബറൽ ഫെമിനിസം എന്നുള്ളത് പലപ്പോഴും സാമ്രാജ്യത്വ ശക്തികളോട് ചേർന്ന് പോകുന്ന ഒരു ഫെമിനിസമായി മാറുന്നില്ലേ എന്നുള്ള സംശയമാണ് പലപ്പോഴും ഈ പോസ്റ്റ് ഫെമിനിസം എന്ന് നമ്മൾ വിളിക്കുന്നത്. ഫെമിനിസത്തെ പ്രശ്നവൽക്കരിച്ചുകൊണ്ട് ഉയർന്നു വരുന്ന പലതരം ചിന്താഗതികൾ ഉയർത്തുന്നതുമായ ചോദ്യങ്ങൾ. ബെൽ ഹൂക്സ് എന്നുള്ള ബ്ലാക്ക് ഫെമിനിസ്റ്റ് ഇത് തന്നെ പറയുന്നുണ്ട്. ബെൽ ഹൂക്സ് ഫെമിനിസത്തെ 2 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു വശത്ത് റിഫോമിസ്റ്റ് ഫെമിനിസം എന്നവർ പറയുന്നു, മറ്റൊന്ന് റെവല്യൂഷണറി ഫെമിനിസം. റിഫോമിസ്റ്റ് ഫെമിനിസത്തോട് അവരുടെ നിലപാടെന്ന് പറഞ്ഞാൽ അവരതിനെ പൂർണ്ണമായും നിഷേധിക്കുന്ന ഒരു തരത്തിലുള്ള ഫെമിനിസമാണ് റിഫോമിസ്റ്റ് ഫെമിനിസം. ആ റിഫോമിസ്റ്റ് ഫെമിനിസത്തെ പറ്റി അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, റിഫോമിസ്റ്റ് ഫെമിനിസത്തിന്റെ ഒരു പദ്ധതി എന്താണെന്ന് വെച്ചാൽ സ്ത്രീയെ റിഫോം ചെയ്യുക. ഈ റിഫോമിസത്തിന്റെ ലക്ഷ്യം എന്താണ്? സ്ത്രീയെ പുരുഷന് തുല്യമാക്കി മാറ്റുക. അവരുടെ ഉദ്ദേശം തുല്യമായ വേതനം വേണം, പുരുഷൻ പോകുന്നിടത്തൊക്കെ സ്ത്രീക്ക് പോകാൻ പറ്റണം. അത്തരം ചില ആവശ്യങ്ങളാണ് റിഫോമിസ്റ്റ് ഫെമിനിസത്തിന്റെ ലക്ഷ്യം. പക്ഷെ ഈ റിഫോമിസ്റ്റ് ഫെമിനിസത്തിൽ സാധ്യമാകുന്നത്, അല്ലെങ്കിൽ ഈ റിഫോമിസ്റ്റ് ഫെമിനിസ്റ്റിന് ഈ ഒരു പദ്ധതി സാധ്യമാക്കാൻ സഹായിക്കുന്നത് എന്തൊക്കെയാണ്? ഫെമിനിസം എന്നത് ഒരു വലിയ സാമൂഹിക പ്രസ്ഥാനമായി അല്ലെങ്കിൽ പദ്ധതിയായിട്ട്, പരിഷ്കരണ പദ്ധതിയായിട്ട് അവരൊരിക്കലും ഫെമിനിസത്തെ കാണുന്നില്ല എന്നാണ് ബെൽഹൂക്സ് പറയുന്നത്. ഈ റിഫോമിസ്റ്റ് ഫെമിനിസത്തിന്റെ അടിസ്ഥാനം തന്നെ സ്ത്രീകൾക്ക് പുരുഷനൊപ്പം പുറത്തു പോകാനുള്ള സമയം ഉണ്ടാകണം. ആ സമയം അവരെങ്ങനെ ഉണ്ടാകും? ബെൽഹൂക്സിന്റെ ഉദാഹരണമാണ്. ആ സമയം അവരെങ്ങനെ ഉണ്ടാകും? വീട്ടുജോലി ചെയ്യാൻ കുറച്ചുകൂടി താഴെയുള്ള ഒരു സ്ത്രീയെ അപ്പോയിന്റ് ചെയ്തുകൊണ്ട് അവർ ആ സമയം ഉണ്ടാക്കി. ഇത് പേട്രിയാർക്കിയെ തുടച്ചു മാറ്റുകയല്ല ചെയ്യുന്നത്. തങ്ങൾക്ക് വേണ്ടാതാകുന്ന പേട്രിയാർക്കി, അല്ലെങ്കിൽ തങ്ങൾ എതിർക്കുന്ന പേട്രിയാർക്കിയെ തങ്ങളിലും താഴെയുള്ള, ജാതീയമായി, വർഗീയമായി, സാമ്പത്തികമായി താഴെയുള്ള ഒരു സ്ത്രീയെ തങ്ങളുടെ ജോലി ഏറ്റെടുക്കാൻ കൊണ്ടുവന്നിട്ടാണ് ഈ ഒരു ഫെമിനിസം സാധ്യമാകുന്നത്. ഈ റിഫോമിസ്റ്റ് ഫെമിനിസത്തിനെ മാറ്റി കളഞ്ഞുകൊണ്ട് റെവല്യൂഷണറി ഫെമിനിസം എന്നുള്ള ഒരു കോൺസെപ്റ്റാണ്. അപ്പം നമ്മളിപ്പോൾ ലിബറൽ ഫെമിനിസം എന്ന് വിളിക്കുന്ന, നമ്മളെല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ചിന്താഗതിയാണിത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറേയൊക്കെ നമ്മുടെ ലിബർട്ടീസ്, പലപ്പോഴും നമ്മുടെ സ്വാതന്ത്ര്യങ്ങൾ സാധ്യമാകുന്നത് മറ്റൊരു വിഭാഗം സ്ത്രീകളെ എക്സ്പ്ലോയിറ്റ് ചെയ്തു. ആ ഒരു
റിഫോമിസ്റ്റ് ഫെമിനിസത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് റെവല്യൂഷണറി ഫെമിനിസം എന്നുള്ള സങ്കല്പത്തെ നമുക്ക് എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് അവർ പറയുന്നത്. റെവല്യൂഷണറി ഫെമിനിസം സ്ത്രീകളെ മാത്രമല്ല സാമൂഹികമായിട്ട് എല്ലാ വിഭാഗങ്ങളെയും ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു ഫെമിനിസം ആയിരിക്കണം. അത് ആ ഫെമിനിസം ഇപ്പൊ നമ്മുടെ കാസ്റ്റിനെ പറ്റി നമ്മുടെ സമൂഹം വളരെ അടുത്ത കാലത്താണ് ചർച്ച ചെയ്യുന്നത്. ഈ കാസ്റ്റിനെ പറ്റിയുള്ള ചർച്ചകളിലൊക്കെ നമുക്ക് മാതൃകയാക്കാവുന്നത് ഇത്തരം ഒരു ഫെമിനിസമാണ്. കാരണം ഫെമിനിസം മാത്രമായി സ്ത്രീകളും പേട്രിയാർക്കിയും തമ്മിലുള്ള ഒരു യുദ്ധമായിട്ട് ഫെമിനിസത്തെ കണ്ടാൽ അത് വെറും ഒരു റിഫോമിസ്റ്റ് ഫെമിനിസമായി മാറി. ഫെമിനിസം സാമൂഹിക ഉന്നമനത്തിന് എല്ലാ വിഭാഗങ്ങളെയും, മാർജിനലൈസ്ഡ് ആയിട്ടുള്ള എല്ലാ വിഭാഗങ്ങളെയും ഒരുപോലെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു ചിന്താഗതിയായിട്ട് ഫെമിനിസം വളർന്നു വരേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ പോസ്റ്റ് ഫെമിനിസം കൊണ്ട് ഇപ്പോൾ പോസ്റ്റ് ഫെമിനിസം എന്നുള്ള ഒരു ടേം ഉപയോഗിക്കുന്ന പലരും അതായിരിക്കും അർത്ഥം. ചർച്ചയുടെ കാര്യത്തിൽ പറയാം, മുത്തലാഖിനുള്ള ശ്രമം RSSന്റെ ഭാഗത്തുണ്ടായെന്ന് പറയും. ഞാൻ ചോദിക്കുകയാണ്, ബഹുഭർത്തൃത്വം തന്നെയാണോ തുടർന്ന് വരുന്നത്? ഒന്ന്. രണ്ടാമത് പറഞ്ഞു റെവല്യൂഷണറി ഫെമിനിസം എന്ന് പറഞ്ഞു. അപ്പോൾ തൊഴിലെന്നത് സമൂഹത്തിൽ പല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഒന്നുകിൽ വീടുകളിൽ എന്തെങ്കിലും ജോലി ഉണ്ടാവും, അല്ലെങ്കിൽ പുറത്തുണ്ടാവും. ഇതെല്ലാം ചെയ്യാനാണെങ്കിലൊക്കെ വേണമല്ലോ. ഇങ്ങനെയുള്ള സമയത്ത് ആ തൊഴിൽ പങ്കിടുകയില്ലെങ്കിൽ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ ഒരു ഒഴിവ് സമയം വരുള്ളൂ, അല്ലെങ്കിൽ ഈ പറയുന്ന തുല്യത നടപ്പാവുകയുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ പ്രാവർത്തികമാവും? ഇതിപ്പോ നമുക്ക് സംഭാവന പറയാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഇപ്പോ ഇത് സംസാരിച്ചത് മതത്തിനകത്ത് നിന്നാണ് പുരുഷൻ ബാധിക്കപ്പെടുന്നു എന്നുള്ള രീതിയിൽ സംസാരിച്ചത്. പക്ഷെ ഏകഭാരിത്വം എന്നുള്ള കാര്യമാണ് നിലനിന്ന് പോകേണ്ടത്, അതോ മുസ്ലിമിന് ഉദ്ദേശിക്കുന്ന പോലെ പൊതുഭാരിത്വം നിലനിന്ന് പോകണം എന്നാണ് ഉദ്ദേശിച്ചതെന്ന് വ്യക്തമാക്കിയില്ല. അത് ആര് ആശയം പറയുന്നു എന്നുള്ള കാര്യം പോട്ടെ, അതവിടെ നിൽക്കട്ടെ. മുസ്ലിം അത് തുടർന്ന് തന്നെ പോകണമെന്നാണോ പറയുന്നത്, അതോ മുത്തലാഖ് പോലുള്ള കാര്യങ്ങൾ തുടർന്ന് പോകണമെന്നാണോ ഉദ്ദേശിച്ചത് എന്ന് വ്യക്തമാക്കിയില്ല എന്നുള്ളതാണ്. നന്ദിയുണ്ട് ചോദിച്ചതിന്. കുറച്ചുകൂടെ എൻ്റെ ഒരു പൊസിഷൻ ക്ലാരിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഞാൻ മുത്തലാഖിനെ പറ്റി കുറേ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഞാൻ അതിനെപ്പറ്റി അധികം സംസാരിക്കാതിരുന്നത്. ആ ഒരു ചർച്ചയുടെ സമയത്ത് ഔട്ട്ലുക്കിലായാലും അങ്ങനെയൊക്കെ കുറേ എഴുതിയിട്ടുണ്ടായിരുന്നു. മലയാളത്തിലും മാധ്യമത്തിലൊക്കെ പ്രസിദ്ധീകരിച്ചു വന്നതാണ്. ആ മുത്തലാഖിനെ പറ്റി ഉണ്ടായ ചർച്ചയിൽ ഇത് ശരിയാണോ ഇത് തെറ്റാണോ എന്നുള്ള ഒരു ഇതിനല്ല, ഒരു സാധ്യതയ്ക്കല്ല ഞാൻ കൂടുതൽ പ്രാധാന്യം നൽകിയത്. ആരിത് പറയുന്നു എന്നുള്ളതിനാണ്. അതിൻ്റെ റീസൺ അല്ലെങ്കിൽ അതിൻ്റെ കാരണം തന്നെ ഈ പറയുന്നതിൻ്റെ പിന്നിലെ പ്രേരണ എന്താണ് എന്നുള്ളതായിരുന്നു. ബഹുഭാര്യത്വത്തെ ഞാൻ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ചർച്ച ഉയർന്നു വരേണ്ടത് ആ മതത്തിനകത്ത് നിന്നുകൊണ്ട് അത് പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്നുമാണ്. മുസ്ലിം സമൂഹത്തിൽ ഇപ്പൊ ഞാൻ ഹൈദരാബാദിലാണ് പഠിപ്പിക്കുന്നത്. അവിടെ FLUവിലായാലും HCUവിലായാലും ഒരുപാട് കുട്ടികൾ വളരെയധികം എന്നെ പോലത്തെ, ഇപ്പൊ ഞാനൊക്കെ മുസ്ലിമായി ജനിക്കുകയും അത്രയധികം മുസ്ലിമായിട്ട് ജീവിക്കാതിരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷെ പ്രാക്ടീസിങ് മുസ്ലിം വിമൻ, പ്രാക്ടീസിങ് മുസ്ലിം മെൻ എന്ന് പറഞ്ഞൊരു കാറ്റഗറി യുവാക്കളുടെ ഇടയിൽ, അവരാണല്ലോ പുതിയ തലമുറ. ഞാൻ വളരെയധികം ഇടപെടുന്ന ഒരു സമൂഹമാണത്. അവിടെ ഞാൻ ഒരൊറ്റ കുട്ടിയെ പോലും ഞാൻ കണ്ടുവരുന്ന ബഹുഭാര്യത്വം ഉള്ളതോ അല്ലെങ്കിൽ ഒന്നിലധികം ഭാര്യമാരുള്ളതോ ആയിട്ടുള്ള കുട്ടികളെയോ അല്ലെങ്കിൽ ഒരു ബഹുഭാര്യത്വത്തിന്റെ വിക്റ്റിമായിട്ടുള്ള ഒരു സ്ത്രീയോ ഞാൻ കണ്ടിട്ടില്ല. അതേസമയം തന്നെ ഇത് തുടർന്ന് പോകുന്ന ചില ഇടങ്ങളുണ്ട്, തുടർന്ന് പോകുന്ന ചില റൂറൽ, പ്രത്യേകിച്ച് റൂറൽ ആയിട്ടുള്ള ഏരിയകളിലും സ്ഥലങ്ങളിൽ, അതുപോലെ സാമ്പത്തികമായി സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. പക്ഷേ അത് ബഹുഭാര്യത്വം അത് മതത്തിൽ മാത്രം ഊന്നിയുള്ള ഒരു ബഹുഭാര്യത്വം അല്ല. അതിനുള്ള കാരണം സാമൂഹികമായും സാമ്പത്തികമായും ഉള്ള പിന്നോക്ക അവസ്ഥ കൂടിയാണ്. അപ്പോൾ മുസ്ലിം സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയോ മുസ്ലിം സ്ത്രീകളുടെ സാമ്പത്തിക ഉന്നമനത്തിന് വേണ്ടിയോ അവർക്ക് ജോലി നൽകാനോ അവർക്ക് കൂടുതൽ നല്ല ജീവിത സാഹചര്യങ്ങൾ നൽകാനോ ഒന്നും സംസാരിക്കാതെ ഇത് മാത്രമാണ് മുസ്ലിം സ്ത്രീകളുടെ പ്രശ്നം എന്നുള്ള നിലയിൽ ഒരു ചർച്ചയാണ് ആ സമയത്ത് ഉയർന്നു വന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ബഹുഭാര്യത്വത്തെക്കാൾ ഏറെ മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടത് വിദ്യാഭ്യാസമാണ്, ജോലിയാണ്.
അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നവരാണ് മുസ്ലിം സ്ത്രീകളെ സഹായിക്കാൻ ഇറങ്ങി വരുന്നവർ. അങ്ങനെ ലഭിക്കുന്ന മുസ്ലിം സ്ത്രീകൾ ഒരിക്കലും ബഹുഭാര്യത്വം എന്നുള്ള ഒരു സമ്പ്രദായത്തിന്റെ ഇരകൾ ആവുകയില്ല. അപ്പോൾ വിദ്യാഭ്യാസം, ജോലി, സാമ്പത്തിക ഒരു ഇക്കണോമിക് ഇൻഡിപെൻഡൻസ്, സാമ്പത്തിക സ്വാതന്ത്ര്യം, ഇതുള്ള സ്ത്രീകളെ പറ്റിയാണ് അവരെ എങ്ങനെ വാർത്തെടുക്കാമെന്ന് ആണ് ആ സമുദായത്തോട് സ്നേഹമുള്ളവർ, ആ സമുദായത്തിന് വേണ്ടി കണ്ണീരൊലിപ്പിക്കുന്നവർ ചെയ്യേണ്ടതെന്നാണ്. അതായിരുന്നു എൻ്റെ ഒരു പൊസിഷൻ. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു എന്ന്. പിന്നെ ഒരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു. ജോലിയെ പറ്റി ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ തൊഴിൽ എന്നുള്ള ഒരു ഇത് ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു ഹൗസ് അല്ലെങ്കിൽ ഒരു മെയ്ഡ് എന്നുള്ള ഒരു സങ്കല്പത്തിന് എതിരായിട്ട് സംസാരിച്ചിട്ടല്ല. ജോലി എല്ലാവർക്കും വേണ്ടതാണ്. പക്ഷെ അതേസമയം തന്നെ ഈ ബെൽബുക്സിന്റെ ആ ഒരു ഇതിൽ അവരെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർ അവതരിപ്പിക്കുന്ന ഈ ഒരു ഫെമിനിസം ആ സ്ത്രീകളുടെ അവകാശങ്ങളെ പറ്റി സംസാരിക്കാതെ ഒരു മിഡിൽ ക്ലാസ് സ്ത്രീകളുടെ മാത്രം അവകാശങ്ങളെ പറ്റി സംസാരിക്കുന്നു എന്നുള്ളതാണ്. എല്ലാ തൊഴിലിനും അതിൻ്റെതായ മാന്യതയുണ്ട്. പക്ഷെ തൊഴിലിലെ അവകാശങ്ങൾ ഒരു എംപ്ലോയബിലിറ്റി എന്നുള്ള ഒരു സങ്കല്പം തന്നെ ഒരു മിഡിൽ ക്ലാസ്സിനെ അധിഷ്ഠിതമായി വരുന്ന ഒരു സങ്കല്പമായി മാറുന്നതിനെ പറ്റിയാണ് അവർ പറഞ്ഞത്. അപ്പോൾ എപ്പോഴും ഒരു വിഭാഗം സ്ത്രീകൾ കഷ്ടപ്പെട്ടോട്ടെ, അല്ലെങ്കിൽ അവർക്ക് വേണ്ട അതല്ല ഫെമിനിസം ഒരു കാറ്റഗറിയിൽ മാത്രം ഒതുക്കി നിർത്താതെ ഫെമിനിസം എല്ലാ വിഭാഗങ്ങളിലും തുല്യമായി കടന്നു വരേണ്ടതുണ്ട് എന്നുള്ള ഒരു സങ്കല്പത്തെയാണ് പറഞ്ഞത്. അല്ലാതെ അതൊരു തൊഴിലുകൾ തമ്മിലുള്ള ഒരു സ്റ്റേറ്റസ് താരതമ്യമായിരുന്നില്ല ഞാൻ ഉദ്ദേശിച്ചത്. മൂന്ന് കാര്യം ചോദിക്കട്ടെ. ഒന്നാമത്തെ ശബാനോ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി വിധിയെ നിയമനിർമ്മാണം അറിയാവുന്ന രാജീവ് ഗാന്ധി സർക്കാരിന്റെ നിലപാടിനെ എന്താ പറയാ മുസ്ലിം സമുദായത്തെ ആദരപൂർവ്വം പരിഗണിക്കാനുണ്ടായത് എന്ന് പറയേണ്ടായി. അപ്പൊ എൻ്റെ ഒരു സംശയം, 61 വയസ്സുള്ള നിസ്സഹായായ ഒരു സ്ത്രീക്ക് 25 റുപ്യ മാസം ജീവനാംശം കൊടുക്കാൻ വേണ്ടി വിധിക്കുമ്പോൾ അതിനെ നിയമനിർമ്മാണം വഴി മറികടന്ന് ആ ജീവനാംശത്തിനുള്ള അവകാശം ഇല്ലാതാക്കിയ രാജ്യത്തെ ഈ പാർലമെന്റ് നിയമനിർമ്മാണം ആദരപൂർവമായ ഒരു സമീപനമാണോ എന്നൊരു ചോദ്യമാണ്. കാരണം ഇതിനകത്തുള്ള രണ്ടാമത്തെ പ്രശ്നം ഹിസ്റ്റോറിക്കലി അതൊരു ബ്ലെൻഡർ ആയിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അവിടെ നിന്നാണ് ബാബരി മസ്ജിദ് ഇഷ്യൂ തുടങ്ങുന്നത് എന്ന് ഞാൻ കരുതുന്നു. കാരണം ശബാനോ കേസില് മുസ്ലിം പ്രീണനാണ് നടന്നത് എന്ന ഹിന്ദുത്വവാദികളുടെ ആ പ്രചരണത്തെ അഴിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് നരസിംഹറാവു സർക്കാർ തർക്കമന്ദിരം ബാബരി മസ്ജിദ് തുറന്നിട്ടുണ്ടായത്. അവിടെ നിന്നാണ് നമ്മൾ നേരിടുന്ന ഈ പ്രശ്നത്തിൽ എത്തിച്ചേർന്നത്. അതായത് കോൺസ്റ്റിറ്റ്യൂഷനും ഇന്ത്യൻ സോക്കോൾഡ് സെക്യുലറിസവും അവതരിപ്പിക്കുന്ന, നേരത്തെ പറഞ്ഞ ഒരു മനുഷ്യാവകാശത്തെ മുൻനിർത്തി അവതരിപ്പിച്ച ഒരു നീതിയെ വ്യക്തി നിയമം എന്ന് പറയുന്ന ഒന്നിലേക്ക് ചുരുക്കിയതോടുകൂടിയാണ് ആക്ച്വലി വലിയൊരു പ്രതിസന്ധി നേരിട്ടത് എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് ശബാനോ കേസിലുള്ള പാർലമെന്റിന്റെ നിയമനിർമ്മാണം, സുപ്രീം കോടതിയുടെ വിധി മറികടന്ന നിയമനിർമ്മാണം അത് ഒരു ചരിത്രപരമായ വിഡ്ഢിതായിരുന്നു എന്നും അത് മുസ്ലിം സമുദായത്തിന് ഈ ഇന്ത്യയിൽ ചെയ്തത് വലിയ ഒരു പ്രതിസന്ധിയാണെന്നും എനിക്ക് തോന്നുന്നു. കമന്റാണ് എനിക്ക് പറയേണ്ടത്. രണ്ട്, മാം പറഞ്ഞു വെസ്റ്റേൺ സെക്യുലറിസം എന്നുള്ളത് ക്രിസ്ത്യൻ പ്രിൻസിപ്പിൾസിനാൽ നിയന്ത്രിക്കപ്പെട്ട ഒന്നാണ്. ആ പാരഡൈമിനകത്താണ് രൂപപ്പെട്ടിട്ടുള്ളത്. സമാനമായി ഇന്ത്യൻ സെക്യുലറിസം എന്നുള്ളത് ഹിന്ദുയിസത്തിന്റെ പ്രിൻസിപ്പിൾസിന്റെയും പാരഡൈമിനുള്ളിലാണ് എന്ന് പറയുന്നു. തേർഡ് വേൾഡ് നാഷണലിസത്തെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുള്ളതല്ല. ഇപ്പൊ ബിപിൻ ചന്ദ്ര അടക്കം ഉയർത്തുന്ന ഒരു കാര്യം നിശ്ചയമായിട്ടും സിംബോളിക് ആൻഡ് കൾച്ചറൽ ക്യാപിറ്റൽ ഹിന്ദുയിസം ആണ്, ബ്രാഹ്മണിസം. അത് അംഗീകരിക്കുമ്പോൾ തന്നെ ഇതിലൊരു പോസിറ്റീവ് ഫോഴ്സ് ആയിട്ട്, ഒരു മെറ്റീരിയൽ ഫോഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് അത് ആന്റി കൊളോണിയലിസം ആണ് എന്ന് പറയാറുണ്ട്. സാമ്രാജ്യത്വ വിരുദ്ധതയാണ്. ഇന്ത്യൻ ദേശീയതയുടെയും ഭൗതിക ശക്തി എന്ന് പറയുന്നത് സാമ്രാജ്യത്വ വിരുദ്ധതയാണ് എന്നവർ പറയുന്നു. അപ്പോ ഇന്ത്യൻ ദേശീയത പൂർണ്ണമായിട്ടും ഒരു ഹിന്ദു പാരഡൈമിനുള്ളിൽ രൂപപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ആന്റി കൊളോണിയലിസത്തെ ഇവിടെ പോയി കേട്ടുകൊന്ന്. രണ്ട്, വെസ്റ്റേൺ സെക്യുലറിസത്തിന്റെ അതേ പരാവർത്തനാണ് ഇവിടെ എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ് ഹിന്ദുത്വവാദികൾ അവതരിപ്പിക്കുന്നത്. ഇന്ത്യൻ സെക്യുലറിസം എന്ന് പറയുന്നത് പടിഞ്ഞാറ് അക്വയർ ചെയ്തതാണ് എന്നാണ്. അത് അതേ നെഗറ്റീവിനെ പിന്താങ്ങാണ്, വാലിഡേറ്റീവ് ആണ്. ഇന്ത്യൻ സെക്യുലറിസവും വെസ്റ്റേൺ സെക്യുലറിസവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന, അല്ലെങ്കിൽ അവിടെ ഇറക്കുമതി ചെയ്തതാണ് എന്ന വാദം എനിക്ക് തോന്നുന്നു. ഇന്ത്യക്ക് സെക്യുലർ ആയ ട്രഡീഷൻ തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. NGS പറയുന്ന കൾച്ചറൽ സിംബിയോസിസ് എന്നുള്ള സ്ഥാനമൊന്നുമല്ല, മറിച്ച് നമ്മൾ ഒന്നിച്ച് പങ്കുവെച്ച ഒരു ഭക്ഷണം കഴിച്ച് രൂപപ്പെടുത്തിയ സഹവർത്തിത്വമുണ്ട്. ആ സഹവർത്തിത്വമാണ് ഇന്ത്യൻ സെക്യുലറിസത്തിന്റെ
അടിസ്ഥാനം വരുന്നു. അത് സെക്യുലറിസം പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്ത് കൊണ്ടുവന്ന ക്രിസ്ത്യൻ പ്രിൻസിപ്പിൾസിനനുസരിച്ച് വെസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസിൽ ഉണ്ടായ സാധനത്തെ ഇങ്ങനെ കൊണ്ടുവരികയാണ് എന്ന് ചെയ്തതിനോട് പൊളിറ്റിക്കലി യോജിക്കുകയും ചെയ്യുന്നു. മൂന്നാമത് ഫണ്ടമെന്റലിസ്റ്റുകൾ എന്നത് ഞാൻ പറഞ്ഞു, കൾച്ചറൽ ആൻഡ് സിംബോളിക് ആയിട്ടുള്ള സിംബൽസിനെ നിരാകരിക്കുന്നവരാണ് ഫണ്ടമെന്റലിസ്റ്റ്. അങ്ങനെയാണോ? എനിക്ക് സംശയത്തെ പർദ്ദയെ സംബന്ധിച്ച് പറഞ്ഞു. അതായത് ശരീരത്തിൽ ലിബറലായ വസ്ത്രം ധരിക്കുന്നവരെല്ലാം ആളുകളെയാണ് നമ്മൾ പൊതുവെ ഫണ്ടമെന്റലിസ്റ്റ് എന്ന് വിളിക്കുന്നത് എന്ന് പറഞ്ഞു. ഈ കമ്മ്യൂണിറ്റിക്കകത്ത് ജനിച്ചാൽ അതുപോലെ പ്രാക്ടീസിങ് അല്ലാത്ത ഒരാളാണ്. പർദ്ദയുടെ വരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റു ചില വീക്ഷണങ്ങൾ കൂടിയാണ് വാസ്തവത്തിലുള്ളത്. പർദ്ദ ഇപ്പോ ഈ ഏജൻസി എന്നാണ് മുസ്ലിം സ്ത്രീയുടെ ഏജൻസി എന്ന് പറയുമ്പോൾ പർദ്ദ വരുന്നതിന് മുമ്പ് 40-50 വർഷം മുമ്പ് കേരളത്തിലെ മുസ്ലിങ്ങൾ ജീവിച്ചിരുന്ന മുസ്ലിം സ്ത്രീകൾ ജീവിച്ചിരുന്ന എനിക്ക് തോന്നുന്നത് ഇന്നത്തെക്കാൾ കൂടുതൽ ഏജൻസിയുള്ള ആളുകളായിരുന്നു തോന്നുന്നു. അവർ ഉത്പാദന വ്യവസ്ഥയിൽ ഇടപെട്ടിട്ടുണ്ടായിരുന്നു, പണം കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു, സ്വാധികാരം ഉണ്ടായിരുന്നു. ഇപ്പോ സുൽത്താൻ വീട് പോലുള്ള ഒരു നോവലൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സ്ത്രീ കഥാപാത്രങ്ങൾ നമുക്ക് കാണാം. ഇതിനെ പൂർണ്ണമായി നിഷ്കാസനം ചെയ്തുകൊണ്ടാണ് ഈ പറയുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ സിംബലുകൾ ഇറക്കുമതി ചെയ്യപ്പെട്ടിട്ടുള്ളത്. സോ ഫണ്ടമെന്റലിസം എന്ന് പറയുന്ന ഒന്ന് വാസ്തവത്തിലുള്ളതല്ലേ. ഏറ്റവും അവസാനമായി ശ്രദ്ധിക്കേണ്ടത് ഇസ്ലാമിക് ഫെമിനിസത്തെ 2020 ആമിന വധൂതൊക്കെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ലിബറൽ ഫെമിനിസം എന്നതും ഇപ്പോ സഭാമൂലം പോലുള്ള അവതരിപ്പിക്കുന്ന റവല്യൂഷൻ ഫെമിനിസം എന്ന് തിരിക്കേണ്ടത്. അതിനകത്ത് ആദ്യ ഗ്രൂപ്പിനോട് നമുക്ക് ഒരിക്കലും എൻഗേജ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞു നിർത്തിയത് ഞാൻ കരുതുന്നു. അതായത് മുസ്ലിം പുരുഷൻ എന്നത് ഇന്ത്യൻ കോണ്ടക്സ്റ്റിൽ വിക്റ്റിമാണ്. വിക്റ്റിമായ ആളെ വീണ്ടും വിക്റ്റിമാക്കുകയാണ് ഈ ഫെമിനിസ്റ്റുകൾ. അമിന വധൂതോ ഇപ്പൊ നമ്മുടെ ഖദീജ മുംതാസ് അടക്കമുള്ള ആളുകൾ കൊടുക്കുന്നത് തന്നെയാണ്. അങ്ങനെയാണ് പറഞ്ഞു വിചാരിക്കുന്നത്. എനിക്കത് തോന്നിയൊരു കാര്യം, മുസ്ലിം പുരുഷനെയാണോ വാസ്തവത്തിൽ അവര് എതിർസ്ഥാനത്ത് നിർത്തുന്നത്, അതോ ഇസ്ലാം എന്ന തിയോളജിക്കൽ കൺസെപ്റ്റിനെയാണോ? എനിക്ക് അവിടെ തോന്നിയത് ഇസ്ലാം എന്നും മുസ്ലിം എന്നുള്ള കാറ്റഗറിയെ നാം അവതരിപ്പിച്ചില്ല. എന്താണ് ഇസ്ലാം, എന്താണ് മുസ്ലിം? ഇവര് വാസ്തവത്തിൽ പറയാൻ ശ്രമിക്കുന്നത് മുസ്ലിം പുരുഷനെയാണോ അതോ ഇസ്ലാം എന്ന തിയോളജി? ആക്ച്വലി അത് വിവേചനത്തെ ഘടനാപരമായി തിയറൈസ് ചെയ്ത ഒരു സാധനം തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. ഹിന്ദു മതവുമായി താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും താഴെയല്ലാതെ വിവേചനത്തെ സൈദ്ധാന്തികവൽക്കരിച്ച തിയോളജിക്കലായ ഒരു അടിസ്ഥാനം, ഫിലോസഫിക്കൽ ആൻഡ് തിയററ്റിക്കൽ അടിസ്ഥാനം ഇസ്ലാമിനുണ്ട്. ഞാൻ കരുതുന്നത് ഇവർ അതിനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നതെന്ന് തോന്നുന്നു. അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാതെ വിശ്വാസം എന്ന് പറയുന്നത് ഒരു അബ്സല്യൂട്ട് മതം ഉണ്ട് എന്ന് കരുതുകയും ഈ അബ്സല്യൂട്ട് മതത്തിനകത്ത് തന്നെ വിമോചനത്തിന്റെ സാധ്യത ഉണ്ട് എന്ന് കരുതുകയും ചെയ്യുന്നതിനെ റവല്യൂഷൻ ഓഫ് ഫെമിനിസം വിളിക്കുന്നതിന് ശരിയാവും എന്ന് കൂടിയാണ് എനിക്ക് ചോദിക്കുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ നിന്ന് തുടങ്ങാം. അതാണ് എനിക്ക് കുറച്ചുകൂടി ഇപ്പൊ കേട്ടതുകൊണ്ട് കുറച്ചുകൂടി ഓർമ്മയിലിരിക്കുന്നത്. എന്നിട്ട് പുറകോട്ട് പോവാം. മൂന്നാമത്തെ ചോദ്യം, അല്ലെങ്കിൽ മുസ്ലിം ഫെമിനിസം, ഇസ്ലാമിക് ഫെമിനിസം എന്ന് ഞാൻ പറഞ്ഞതും ഒരു ഫെമിനിസ്റ്റ് തിയോളജിയൻസ് എന്ന് അവകാശപ്പെടുന്നതല്ല, ശരിക്കും അവർ ഫെമിനിസ്റ്റ് തിയോളജിയൻസ് തന്നെയാണ്. അമീന വധൂദിനെ പോലുള്ളവരെ എന്തുകൊണ്ട് ഞാൻ മാറ്റി നിർത്തി എന്നും പരിശോധിച്ചുകൊണ്ട് ഞാൻ ഈ ആൻസേഴ്സ് ചെയ്യാൻ ശ്രമിക്കാം. ഇതൊരു വീണ്ടും ഈ ഡിസ്കഷൻസിലും ഡിബേറ്റ്സിലും ഉയർന്നു വരുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ അമീന വധൂദിന്റെ വർക്കിന്, അല്ലെങ്കിൽ എനിക്കതിൽ ഈ ഇസ്ലാമിക് തിയോളജിയൻസിന് കുറച്ചുകൂടി പരിചയമുള്ളത് അമീന വധൂദിന്റെ വർക്കാണ്. അപ്പൊ അവര് ഇന്ത്യയിൽ സഞ്ചരിച്ചപ്പോഴൊക്കെ ഞാൻ അവരുമായിട്ട് ഒരുപാട് സംസാരിക്കുകയും ഇടപെടുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. അമീന വധൂദിന്റെ എനിക്ക് ഒരു അനക്ഡോട്ടിൽ നിന്ന് അതിലേക്ക് പോകാനാണ് താല്പര്യം. ഞാൻ ആദ്യമായിട്ട് അമീന വധൂദിനോട് സംസാരിക്കുന്നത് അവര് കേരളത്തിലും വന്നിരുന്നു, അതുപോലെ ഹൈദരാബാദിലൊക്കെ വന്നിരുന്ന ഒരു സമയത്ത്. ആ സമയത്ത് എനിക്ക് തോന്നുന്നു ബോംബെ ടെററിസ്റ്റ് അറ്റാക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരാളെ തൂക്കിക്കൊല്ലുകയുണ്ടായി. പേര് ഞാൻ മറന്നു, അജ്മൽ കാസിം. ആ തൂക്കിക്കൊല്ല നടക്കുന്നതിന്റെ പിറ്റേ ദിവസമാണ് ഇവര് സഞ്ചരിക്കുന്നത് ഹൈദരാബാദിലേക്ക്. ആ സഞ്ചരിക്കുന്ന സമയത്ത് ഇവരുടെ സംവാദം ഇവർ തുടങ്ങുന്നത്, ചില മനുഷ്യർ കാരണം ഞങ്ങൾക്കൊന്നും സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല, എന്നെ എയർപോർട്ടിൽ പലയിടത്തും തടഞ്ഞു നിർത്തി, എനിക്ക് എൻ്റെ മുസ്ലിം ക്രെഡൻഷ്യൽസ് പ്രൂവ് ചെയ്യേണ്ടി വന്നു, ഇത്തരം ടെററിസ്റ്റുകളെ ഒന്നും നമ്മൾ പിന്താങ്ങേണ്ട ആവശ്യമില്ല, ഇവരെല്ലാം മതത്തിനെതിരാണ്, ഇവർ സമുദായത്തിനെതിരാണ്, മാനുഷിക നിലപാടുകൾക്കെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരുടെ പ്രസംഗം തുടങ്ങുന്നത്. ഇത് US, അമേരിക്കയിൽ മുസ്ലിങ്ങൾ ഫേസ് ചെയ്യുന്ന, അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. ഒരു ടെറർ അറ്റാക്ക്
അമേരിക്കയിൽ ആദ്യം അവിടുത്തെ ന്യൂസ് ഏജൻസികൾ നോക്കുന്നത് മുസ്ലിം സംഘടനകൾ, മുസ്ലിം അസോസിയേഷൻസ് ഇതിനോട് എങ്ങനെ പ്രതികരിച്ചു എന്ന്. ഇവരെല്ലാം 9/11 ശേഷം ഇവരെല്ലാം പറയേണ്ട ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾ ഇതിനെ അപലപിക്കുന്നു. അതിപ്പോൾ ഇന്ത്യയിലായാലും ഒരു ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായാൽ പലരും നമ്മൾ ഈവൻ ഏറ്റവും തീവ്രമായ നിലപാടെടുക്കുന്നു എന്ന് പറയുന്ന മുസ്ലിം പൊളിറ്റിക്കൽ സംഘടനകൾ പോലും MIM പോലൊരു സംഘടനയ്ക്ക് പോലും കശ്മീരുമായി ഇടപെട്ടിട്ട് ഒവൈസിക്ക് പോലും പറയേണ്ടി വന്നു 370 നമ്മുടെ ഭരണഘടന ചെയ്തത് അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് ചെയ്തത് നല്ല കാര്യമാണ് എന്നുള്ള രീതിയിൽ റെസ്പോണ്ട് ചെയ്യേണ്ട ഒരു അനിവാര്യതയുണ്ട്. ആ ഒരു രാഷ്ട്രീയ അനിവാര്യതയിൽ നിന്നുകൊണ്ടാണ് ഇവരൊക്കെ സംസാരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മുസ്ലിം എന്നുള്ള ഐഡന്റിറ്റിയെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾ കാണിച്ച ആ ഒരു 2 വിഭജനങ്ങൾ, മുസ്ലിം ഇസ്ലാം എന്നുള്ള ഐഡന്റിറ്റിയെ കൂടുതൽ അല്ലെങ്കിൽ ഇസ്ലാം എന്ന മതത്തിനെ കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ട് ആണ് ഇത്തരം ഫെമിനിസ്റ്റ് തിയോളജി ചർച്ചകൾ തുടങ്ങുന്നത് തന്നെ ഇസ്ലാം മതത്തിനകത്തു നിന്നുള്ള. ഇവിടെ ഞാനിതിൽ പ്രശ്നമായിട്ട് കാണുന്നത്, അല്ലെങ്കിൽ എനിക്ക് ഇതിനോട് യോജിച്ചു പോകാൻ പറ്റാത്തതിന്റെ പ്രകടമായ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇസ്ലാം എന്നത് ഒരു വളരെ റിജിഡായിട്ട് ഹിസ്റ്റോറിക്കലി തന്നെ ഒരു മാറ്റമില്ലാതെ ഒരു ഹിസ്റ്റോറിക്കൽ എന്ന് നമ്മൾ പറയുന്ന ചരിത്രപരമല്ലാത്ത ഒരു എൻറ്റിറ്റി ആയിട്ട് ആണ് ഇവരെല്ലാം ഇസ്ലാമിനെ കാണുന്നത്. ഇസ്ലാം മതം എങ്ങനെ അത് തന്നെയല്ലേ നമ്മൾ ഇപ്പോൾ ഫെമിനിസ്റ്റുകൾ ഇപ്പം നമ്മൾ ഇസ്ലാം മതത്തിൽ അല്ലെങ്കിൽ ഖുറാനിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നു എന്ന് അവകാശപ്പെടുമ്പോൾ, അങ്ങനെയാണെങ്കിൽ ഇതേ കാര്യം തന്നെയാണ് ആർഷ സംസ്കാരത്തെ പറ്റി പറയുന്നവരും മനുസ്മൃതിയെ പറ്റി പറയുന്നവരും പറയുന്നത്. മനുസ്മൃതിയിൽ എഴുതി വച്ചിരിക്കുന്നത് പോലെ ജീവിക്കണം എന്ന് പറയുന്നത്, ഖുറാനിൽ എഴുതി വച്ചിരിക്കുന്നത് അതുപോലെ ജീവിക്കുന്ന മുസ്ലിങ്ങൾ എന്ന് നമ്മൾ വിശ്വസിക്കുന്നവരും എനിക്ക് തോന്നുന്നില്ല. ഈവൻ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് നമ്മൾ കണ്ടംപററി ഇന്നത്തെ ഒരു നിലപാടിൽ പൊളിറ്റിക്കൽ ഇസ്ലാം എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കിക്കാണുന്ന ഈ വിഭാഗങ്ങളൊന്നും തന്നെ ഇസ്ലാം എന്നുള്ള ഒരു ഒറ്റ ഏകകത്തിൽ നിന്നല്ല അവരുടെ ഐഡന്റിറ്റി രൂപപ്പെടുന്നത്. അവർ ഇന്ത്യക്കാരാണ്, അവർ മുസ്ലിങ്ങളാണ്, അവർക്ക് കേരളത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ കേരളം എന്നുള്ള പ്രാദേശികമായ ഐഡന്റിറ്റി, ഇതെല്ലാം അവരുടെ ജീവിതത്തെ പലതരത്തിൽ അവരുടെ ജീവിതത്തോടെ ഇടപെടുന്നുണ്ട്. ഇത്തരം ഇടപെടലുകളെ മാറ്റി വെച്ചുകൊണ്ട് ഇസ്ലാം എന്നുള്ള ഒരു കാറ്റഗറി അല്ലെങ്കിൽ ഖുറാൻ എന്നുള്ള ഒരു ഒറ്റ പുസ്തകത്തിൽ ഊന്നിയുള്ള ഒരു ഐഡന്റിറ്റിയിലേക്ക് ഇത്തരം അന്വേഷണങ്ങൾ ചുരുങ്ങിപ്പോകുന്നു എന്നുള്ളതാണ് വധൂതിയൻ തിയോളജിയായിട്ട് എനിക്കുള്ള ഒരു പ്രശ്നം. പിന്നെ പലപ്പോഴും എന്ന് പറഞ്ഞാൽ ഇതെന്റെ ഒരു സ്വകാര്യമായ നിലപാടാണ്. അത് എന്താണെന്ന് വെച്ചാൽ ഇത്തരം യുദ്ധങ്ങൾക്കായി നമ്മൾ നീക്കി വെക്കുന്ന സമയം, ഒരു വെള്ളിയാഴ്ചത്തെ ജുമാ സ്ത്രീ നിയന്ത്രിക്കുന്നു, അതുകൊണ്ട് സാമുദായികമായി അല്ലെങ്കിൽ സാമൂഹികമായി മുസ്ലിം സ്ത്രീ നേടുന്നത് എന്താണ്? അതിലും വലിയ നേട്ടങ്ങൾ അല്ലെങ്കിൽ അതിലും വലിയ യുദ്ധങ്ങൾ മുസ്ലിം സ്ത്രീക്ക് ഇല്ലേ? ഈ യുദ്ധത്തിനൊക്കെ ഇനിയും നമുക്ക് സമയമില്ലേ എന്നൊക്കെ ചിന്തിച്ചു പോകുന്നത് അത് എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അപ്രോച്ചാണ്. പലപ്പോഴും നമ്മൾ ഈ പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റികളിൽ പലതരത്തിലുള്ള യുദ്ധങ്ങൾ നമ്മൾ ഏറ്റെടുക്കേണ്ടി വരാറുണ്ട്. ഇൻ മെനി വേസ് വി ചൂസ് അവർ ബാറ്റിൽസ്. നമ്മുടെ യുദ്ധങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കാറുണ്ട്. ഇത് ഇപ്പൊ വേണ്ട, അല്ലെങ്കിൽ ഇത് കാര്യമില്ലാത്തൊരു യുദ്ധം. എന്നെ സംബന്ധിച്ചിടത്തോളം വെള്ളിയാഴ്ച പള്ളിയിൽ ഒരു സ്ത്രീ പ്രാർത്ഥന ലീഡ് ചെയ്യുന്നതല്ല ഇപ്പോഴത്തെ അർജന്റ് ഫെമിനിസ്റ്റ് നീഡ്. ഇപ്പോൾ ഈ ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ മുസ്ലിം സ്ത്രീക്ക് ആവശ്യമായ മറ്റു പല കാര്യങ്ങളും ഇല്ലേ എന്നുള്ളത്, ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കേണ്ടതാണ്. ബഹുഭാര്യത്വത്തെ കുറിച്ചായാലും അതുപോലെ സ്ത്രീയെ ഇസ്ലാം മതം എന്നുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് സ്ത്രീ എത്രമാത്രം അടിച്ചമർത്തപ്പെടുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ്. പക്ഷെ അതേസമയം തന്നെ എല്ലാ മതഗ്രന്ഥങ്ങളും സ്ത്രീ വിരുദ്ധമാണ്. സ്ത്രീകൾക്കായിട്ട് അങ്ങനെ ഒരു ഫെമിനിസ്റ്റ് റിലീജിയസ് ടെക്സ്റ്റ് നമുക്ക് ആരും കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് ക്രിസ്ത്യാനിറ്റി ആയാലും അതെ, ബൈബിൾ ആയാലും അതെ, മനുസ്മൃതി ആയാലും അതെ, ഖുറാൻ ആയാലും അതെ. അപ്പൊ അതിൽ നിന്ന് ഇസ്ലാം മാത്രം തിരഞ്ഞെടുത്ത് അതിൻ്റെ സ്ത്രീവിരുദ്ധതയെ നമ്മൾ ഇപ്പോൾ ഫേസ് ചെയ്യേണ്ട കാര്യമുണ്ടോ? അതിൻ്റെ ഒരു നമ്മുടെ ഏത് പോരാട്ടത്തിനായാലും ഒരു ചരിത്ര പശ്ചാത്തലവും ഒരു സാമൂഹിക പശ്ചാത്തലവും പരിശോധിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതാണ് എനിക്ക് ആ
ഒരു ഫെമിനിസ്റ്റ് ഇതിൽ പറയാനുള്ളത്. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ സെക്യുലറിസവും വെസ്റ്റേൺ സെക്യുലറിസവും. ഞാൻ പറഞ്ഞത് എനിക്ക് തോന്നുന്നു അത് ക്ലാരിറ്റി ഇല്ലാതിരുന്നത് കൊണ്ടാകാം. ഞാൻ പറഞ്ഞു വന്നത് ഇന്ത്യൻ സെക്യുലറിസം വെസ്റ്റേൺ സെക്യുലറിസവും തുല്യം എന്നല്ല. ഞാൻ പറഞ്ഞു വന്നത് ഏറ്റവും അധികം വെസ്റ്റേൺ സെക്യുലറിസത്തിന്റെ മോഡലിൽ അല്ലെങ്കിൽ വെസ്റ്റേൺ നാഷണലിസത്തിന്റെ മോഡലിൽ ഇന്ത്യയെ കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുന്നത് RSS ആണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇന്ത്യൻ സെക്യുലറിസത്തിനെ പറ്റി ഇപ്പോൾ ഷബ്നം തേജാനിയെ പോലെയുള്ളവര് അതിനെ തന്നെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. 4 തരം അവകാശവാദങ്ങളെ പറ്റി ഷബ്നം തേജാനി പറയുന്നുണ്ട്. ഒന്ന് എന്ന് പറഞ്ഞാൽ സെക്യുലറിസം, നമ്മളെല്ലാവരും പറയുന്ന ഒരു ലിബറലിസത്തിൽ ഊന്നിയിട്ടുള്ള ഒരു സെക്യുലറിസം, എല്ലാ മതങ്ങളും തുല്യമാണ് എന്നൊക്കെ പറയുന്ന, ഇപ്പൊ നമ്മുടെ ലെഫ്റ്റ് ലിബറൽ എന്ന് നമ്മൾ വിളിക്കുന്ന എല്ലാവരും പറയുന്ന ഒരു തരത്തിലുള്ള സെക്യുലറിസം. പിന്നെ വേറൊന്നെന്ന് പറഞ്ഞാൽ ആശിസ് നന്ദിയെ പോലെയുള്ളവരൊക്കെ പറയുന്നത് ചരിത്രപരമായി തന്നെ ഇന്ത്യക്ക് വേറൊരു തരത്തിലുള്ള നിങ്ങൾ പറഞ്ഞ ഒരു സഹവർത്തിത്വ മനോഭാവമുള്ള ഒരു സമൂഹമാണ് ഇന്ത്യ. അതിൽ നിന്ന് വേറിട്ടുകൊണ്ടാണ് നമ്മൾ ഇന്ത്യൻ ദേശീയതയെ രൂപപ്പെടുത്തിയെടുത്തതെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ സെക്യുലറിസം ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ദേശീയതയുടെ നിർമ്മാണത്തിൽ ഹിന്ദുത്വ ഐഡിയോളജി, അതൊരു സോഫ്റ്റ് ഹിന്ദുത്വ ഐഡിയോളജി ആയിരുന്നു. കോൺഗ്രസിന് RSSന് തീവ്ര ഹിന്ദുത്വ നിലപാടായിരുന്നു. ആ ഒരു സോഫ്റ്റ് ഹിന്ദുത്വ ഐഡിയോളജിയുടെ കടന്നുകയറ്റം ഉണ്ടായിട്ടുണ്ട്. അതാണ് ഇത്തരം ചില ചിഹ്നങ്ങൾ എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് ഞാൻ ദേശ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന സെക്യുലറിസം എന്ന സംവാദത്തിനെ പറ്റിയാണ് പറയുന്നത്, ഡിസ്കോഴ്സിനെ പറ്റിയാണ് പറയുന്നത്. അല്ലാതെ ചരിത്രപരമായി നമ്മൾക്ക് സഹവർത്തിത്വം ഉണ്ടായിരുന്നു എന്നും ഇല്ലായിരുന്നു എന്നും പറയുന്നവരുണ്ട്. ഉണ്ടായിരുന്നു എന്ന് പറയുന്നവരിൽ ഏറ്റവും കൂടുതൽ ആശിസ് നന്ദിയുടെ ലേഖനങ്ങൾ മുഴുവനും ആ ഒരു ദിശയിലേക്ക് പോകുന്നതാണ്. ഇതിനെല്ലാം അപ്പുറത്ത് വളരെ ഒരു റൈറ്റ് വിങ് ഐഡിയോളജി ഉണ്ട്. അത് സെക്യുലറിസത്തിനെ അപ്പാടെ നിരാകരിക്കുകയും സെക്യുലറിസം എന്നാൽ ന്യൂനപക്ഷ പ്രീണനമാണെന്ന് പറയുകയും ചെയ്യുന്നതാണ് റൈറ്റ് വിങ് ഐഡിയോളജി. അപ്പൊ ഇത് പലതരം അപ്രോച്ചസ് ആണ്. നമുക്ക് ഇഷ്ടമുള്ള അപ്രോച്ചസ് ഇതിൽ ചൂസ് ചെയ്യാം. എൻ്റെ ഒരു നിലപാട് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ചരിത്ര അന്വേഷക എന്നുള്ള നിലയിൽ ഞാൻ പരിശോധിക്കുന്നത് ഇപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രാക്ടീസ് ചെയ്യുന്ന സെക്യുലറിസം പലപ്പോഴും അതിലെ വിള്ളലുകൾ എന്താണ് എന്നുള്ളതാണ്. നമ്മൾ സെക്യുലർ സൊസൈറ്റി എന്ന് പറയുന്നത്, ഇപ്പൊ പാശ്ചാത്യ സെക്യുലർ സൊസൈറ്റി ആയാലും ഇന്ത്യൻ സെക്യുലർ സൊസൈറ്റി ആയാലും സെക്യുലറിസത്തിന്റെ പ്രാക്ടീസിൽ തന്നെ പലപ്പോഴും വിള്ളലുകൾ സംഭവിക്കാറുണ്ട്. ഇപ്പോൾ ടർക്കിയില് ഫ്രാൻസിലൊക്കെ ഇങ്ങനെ വ്യത്യസ്തതയെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ ടർക്കിയിൽ നമ്മൾ കാണുന്ന ടർബുലൻസ് മുഴുവൻ സെക്യുലറിസത്തിന്റെ വിള്ളലുകളാണ്. കാരണം ഒരു ബുൾഡോസ്ഡ് ഐഡന്റിറ്റി വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാലം ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത് ഒരു തരത്തിൽ നമ്മൾ അംഗീകരിക്കേണ്ട കാര്യമാണ്. ഇതാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ നിന്നുകൊണ്ട് എനിക്ക് ന്യൂനപക്ഷ പ്രീണനം എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാൻ ആഗ്രഹിക്കുന്നു. എന്താണ് ഷബാനു കേസിൽ ഞാൻ വീണ്ടും പറഞ്ഞതെന്ന് വെച്ചാൽ, ഷബാനു കേസിൽ നീതി നടപ്പാക്കിയോ ഇല്ലയോ എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. ആ സമയത്ത് പൊളിറ്റിക്കൽ പവർ ഉണ്ടായിരുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നു മുസ്ലിംസ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഭയങ്കരമായി പൊളിറ്റിക്കൽ പവർ ഉള്ള ഒരു കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിന് പോലും മുസ്ലിങ്ങളെ ഒരു വോട്ട് ബാങ്ക് ആയിട്ട് സങ്കല്പിച്ചുകൊണ്ട് അവരെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു നീതി നിർവഹണത്തിലേക്ക് പോവേണ്ടി വന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ഷബാനു കേസിന് ഒരു കണ്ടിന്യൂവേഷൻ ഉണ്ട്. അതിനെതിരെ വീണ്ടും ഒരു കോടതി വന്നിട്ടുണ്ട്, ഡാനിയൽ ലത്തീഫ് കേസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുസ്ലിം സ്ത്രീക്ക് അതാണല്ലോ ട്രിപ്പിൾ തലാഖ് ഡിസ്കഷൻ നടന്ന സമയത്ത് പറഞ്ഞത്. പലർക്കും അറിയില്ല, ഇപ്പോഴും വിചാരിക്കുന്നത് മുസ്ലിം സ്ത്രീക്ക് സാധ്യതയുണ്ടെന്നുള്ളതാണ്. ഡാനിയൽ ലത്തീഫ് കേസിൽ പിന്നീട് വന്ന കോടതി വിധി പറഞ്ഞത് മുസ്ലിം സ്ത്രീക്ക് നിശ്ചയമായും അവർക്ക് ജീവിതമാർഗം ഇല്ലെങ്കിലും നിശ്ചയമായും അവർക്ക് ഭർത്താവിൽ നിന്ന്, അവരെ ഡിവോഴ്സ് ചെയ്യുന്ന ഭർത്താവിൽ നിന്ന് ജീവനാംശം വാങ്ങിക്കാനുള്ള അധികാരമുണ്ട് എന്നുള്ളതാണ് പറഞ്ഞ ഡാനിയൽ ലത്തീഫ് കേസിന്റെ വിധി. പക്ഷെ അത് ആരും ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഷബാനുവിന്റെ ലോയർ അതിനുശേഷവും അത് കണ്ടിന്യൂ ചെയ്ത് പോവുകയും ഈ ഒരു ഇതിനെ ചലഞ്ച് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അത് ഒരു ഇത്. പിന്നെ വീണ്ടും പറയട്ടെ, മുസ്ലിം സ്ത്രീക്ക് സംരക്ഷണം ആവശ്യമായ ഘട്ടങ്ങളുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോ ട്രിപ്പിൾ തലാഖിന്റെ വിക്ടിംസ് ആയിട്ട് ഉയർന്നു വന്ന ശബ്ദങ്ങളാണ് അത് കോടതിയിലേക്ക് കൊണ്ടുപോയതെന്ന് പറയുന്നു. ശരിക്കും അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട് വരുന്ന കോലാഹലങ്ങളുടെ ഒരു പശ്ചാത്തലമാണ് പറഞ്ഞത്. ബഹുഭാര്യത്വത്തെ നേരത്തെ പറഞ്ഞ പോലെ ഒരു തരത്തിലും പിന്തുണയ്ക്കുന്ന
സംസാരിക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല ഞാൻ. പക്ഷെ എനിക്ക് അതിനോട് എതിർപ്പില്ല. സത്യമായിട്ട് പറയുകയാണെങ്കിൽ, പേഴ്സണലി പറയുകയാണെങ്കിൽ, ബഹുഭാര്യത്വം എന്നുള്ള ഒരു സങ്കല്പത്തോട് എനിക്ക് എതിർപ്പുമില്ല, അതിനോട് യോജിപ്പുമില്ല. ഒരു പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തീരുമാനങ്ങൾ പലപ്പോഴും നമ്മൾ ജീവിച്ചു പോകുന്ന സാഹചര്യങ്ങളുമായി, നമ്മൾ ഇടപെടുന്ന ചില സാമൂഹിക പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും. ഒരുപക്ഷെ അത്തരം ഒരു സമൂഹത്തിലാണ് ഞാൻ വളർന്നു വന്നതെങ്കിൽ, അതൊരു ജീവിത രീതിയായിരുന്നുവെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഒരു നീതിയെ പറ്റി ഞാൻ ചിന്തിക്കുമായിരുന്നില്ല. എനിക്ക് അതിനോട് പ്രത്യേകിച്ചൊരു ഒരു അഭിപ്രായമില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ അതിന് അഭിപ്രായം പറയാനുള്ള ഒരു സാമൂഹികമായ ചരിത്രപരമായ ഒരു മുഹൂർത്തത്തിലല്ല ഞാൻ ജീവിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഞാൻ ഒരു മുസ്ലിം സ്ത്രീ എന്നുള്ള നിലയിൽ മുസ്ലിം സ്ത്രീയുടെ അവകാശത്തെപ്പറ്റി സംസാരിക്കാനുള്ള പൂർണ്ണമായ അവകാശം എനിക്കില്ല. കാരണം എൻ്റെ വ്യക്തിത്വത്തെ മുസ്ലിം എന്നുള്ള ഐഡന്റിറ്റി അടയാളപ്പെടുത്തുന്നതിലും ഉപരിയായിട്ട് ഒരു സെക്യുലർ ലിബറൽ പ്ലാറ്റ്ഫോമിൽ ഒരു യൂണിവേഴ്സിറ്റി അധ്യാപിക എന്ന നിലയിൽ ഞാൻ അനുഭവിക്കുന്ന ഒരുപാട് പ്രിവിലേജുകൾ കൂടി ഷെയ്പ്പ് ചെയ്യുന്നതാണ് എൻ്റെ ഐഡന്റിറ്റി. അതുകൊണ്ട് തന്നെ മുസ്ലിം സ്ത്രീയുടെ അവകാശത്തെ പറ്റി എനിക്ക് സംസാരിക്കാൻ എൻ്റെതായ പരിമിതികളുണ്ട്. ഞാൻ ആ ഒരു പരിമിതിയിൽ നിന്നുകൊണ്ട് മാത്രമേ എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അവർക്ക് വേണ്ടത് ബഹുഭാര്യത്വമാണോ വേണ്ടാത്തത് ബഹുഭാര്യത്വമാണോ എന്ന് പറയാനുള്ള അവകാശം ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സെക്യുലർ ലിബറൽ പ്ലാറ്റ്ഫോംസിൽ നിൽക്കുന്ന, അതിൻ്റെ പ്രിവിലേജുകൾ അനുഭവിക്കുന്ന എല്ലാവർക്കും ഇത്തരം പരിമിതികൾ ഉണ്ടാവണം. സോ ഞാൻ ഇംഗ്ലീഷിൽ ഞാൻ പറയുകയാണെങ്കിൽ ഐ എം കോഷ്യസ്, ഞാൻ കെയർഫുള്ളാണ് ആ ഒരു സബ്ജക്റ്റിൽ ഇടപെടുമ്പോൾ. കാരണം ആ